ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയവരങ്ങളാലും ഭൗതികവരങ്ങളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര ആമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ വിശേഷിയായിരിക്കട്ടെ. ഉന്നതങ്ങളിൽ നിന്നും അഗ്നിനാളങ്ങളായി വരണേ, വരദാന ഫലധാരയേകാ വരദായക വേഗം വരണേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാ ഞങ്ങൾക്കിന്നാവില്ല സ്നേഹരൂപ. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാ ഞങ്ങൾക്കിന്നാവില്ല സ്നേഹരൂപ. കാർമലി ടീച്ചറെ ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുവാണ്. നമ്മുടെ ജോയ് പിതാവ് കയറിയിട്ടുണ്ട്. ജോയ് പിതാവ് അവിടെ ഒരു ശുശ്രൂഷയുടെ മധ്യത്തിലാണ്. നമുക്ക് വേണ്ടിയിട്ട് മാത്രം ഓടി വരിക. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം നമുക്ക് പാട്ട് കണ്ടിന്യൂ ചെയ്യാം. പിതാവേ, പ്ലീസ് സംസാരിച്ചോളൂ. വെൽക്കം വെൽക്കം. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ഗുഡ് ഈവനിങ് ആയല്ലോ അല്ലേ? എല്ലാരും സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു പിതാവേ. ഓക്കെ. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കാണുന്നതൊക്കെ. അതെ, നന്നായിരിക്കട്ടെ. ഇപ്പൊ ഇത് 17ാമത്തെ സെഷനല്ലേ തുടങ്ങുന്നത്? 17ാമത്തെ ബാച്ച്. അതെ. ദാറ്റ്സ് ഗ്രേറ്റ്, വണ്ടർഫുൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കൺഫർമേഷൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അവിടെ ഇപ്പം കുട്ടികളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു 5 മിനിറ്റ് ലേറ്റ് ആവും, നിങ്ങൾ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നേരെ എനിക്ക് അൾത്താരയിലേക്ക് കയറണം. ഇതിപ്പോൾ ഈ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ കൺഫർമേഷൻ്റെ ഒക്കെ ഒരു സീസൺ ആയതുകൊണ്ട് എല്ലാ വീക്കെൻഡുകളും ശനി ഞായറും ഭയങ്കര തിരക്കാണ്. നാളെ ഞാൻ റോമിന് പോകുവാണ്. ഇവിടെ പുതിയ മാർപ്പാപ്പേനെ കാണാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കണം. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു, അതിനകത്ത് പങ്കെടുക്കാനാണ് പോകുന്നത്. അടുത്ത ആഴ്ച തിരിച്ചു വരും. അപ്പോൾ മാർപ്പാപ്പയുടെ എല്ലാ ആശീർവാദങ്ങളും നിങ്ങൾക്കും കൂടി ഞാൻ നൽകുകയാണ്. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, ഈ നല്ല ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങയുടെ നന്ദി പറയുന്നു. അവിടുന്ന് ഈ സൂം മീറ്റിങ്ങിലൂടെ വിദൂരങ്ങളിലായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രചോദനവും എല്ലാ ശക്തിയും എല്ലാ ധൈര്യവും അവിടുന്ന് തന്നെ നൽകുകയും ചെയ്യുകയാണല്ലോ. അങ്ങേ പരിശുദ്ധാത്മാവിലൂടെ വലിയ പുതിയ നവീകരണം അവിടുന്ന് ആഗ്രഹിക്കുകയാണല്ലോ. അവിടുന്ന് നൽകിയിട്ടുള്ള പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾ പുതിയ മനുഷ്യരായി തീരുവാനും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകിയല്ലണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് മുമ്പേ കണ്ടറിയുന്ന നല്ലവനായ ദൈവമേ, ഞങ്ങളെ ശക്തരാക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ കരിസ്മ ഇവന്റിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ.
അവരുടെ കുടുംബങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. അവരുടെ കുഞ്ഞുമക്കളെ അവിടുന്ന് പരിപാലിക്കണമേ, വളർത്തണമേ. ആവശ്യമായ ബുദ്ധിശക്തിയും വിവേകവും വിജ്ഞാനവും വിശുദ്ധിയും ആരോഗ്യവും നൽകി ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമ്മേ, മാർ യോസേപ്പ് പിതാവേ, വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളെ, മാലാഖമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളെ ഈ പുതിയ കോച്ച് ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ ബാച്ചിന്റെ ഒരു ഭാഗമായിരുന്നു ഒരു കാലത്ത്. പിന്നെ ഇപ്പോൾ ഞാൻ അതിലൊരു ഗസ്റ്റായിട്ട് ഇങ്ങനെ വരിക മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ, മറ്റ് പല പരിപാടികളായതുകൊണ്ട്. അത് ഈ കോഴ്സ് എനിക്ക് വലിയ ഒരു പ്രചോദനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഈ സമയമില്ലാത്ത സമയത്ത് സമയം ഉണ്ടാക്കി നിങ്ങൾ ഇതിന് വേണ്ടി പരിശ്രമിച്ച് ഇതിനകത്ത് വന്ന് പങ്കെടുക്കുന്നതിന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ക്രൈസ്തവരാണ് എന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആ ക്രൈസ്തവികത നമ്മളിൽ പ്രാവർത്തികമാക്കണം എന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അതിനെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. നമുക്കറിയാം, ഒരു പാത്രം നമ്മളത് കഴുകിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വെളുപ്പാക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എപ്പോഴും അതിന് ചളി, അതിന് കേടുപാടുകൾ വരാം. അപ്പം അത് എപ്പോഴും നിർമ്മലമായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു ശുദ്ധീകരണം എപ്പോഴും ആവശ്യമാണ്, അല്ലെങ്കിൽ എപ്പോഴും ഒരു പരിശോധന ആവശ്യമാണ്. പ്രകാരമുള്ള ഒരു എൻറിച്ച്മെന്റ്, ഒരു പരിശോധനയ്ക്കാണ് നിങ്ങൾ ഈ പ്രിലിമിന്റെ ഈ കോഴ്സിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതിനും നമ്മളുടെ കഴിവിനൊത്ത് നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ കൊടുത്തുവോ എന്നുള്ള ഒരു ആത്മശോധനയ്ക്ക് ഇത് കാരണമാകും. നമ്മൾക്ക് ദൈവം നൽകിയിട്ടുള്ള അനവധിയായ നന്മകൾ, ഒരുപാട് നന്മകളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ദൈവത്തിന് പ്രതികരിച്ചിട്ടുണ്ടോ, നമ്മൾ അതിന് റിട്ടേൺ നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വേണ്ട വിധം ദൈവത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പം അതിന് നമ്മെ ഒന്ന് ആത്മശോധന ചെയ്യാനായിട്ട് ഇതുപോലുള്ള കോഴ്സുകൾ നമ്മളെ സഹായിക്കും. പിന്നെ ഓരോ ക്രൈസ്തവന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പ്രേക്ഷിതനാവുക എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏതെല്ലാം അവസ്ഥകളായിരുന്നാലും നമ്മൾ ജീവിതത്തെ അവസ്ഥകളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനമായി കണ്ട് സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. ഈ 2 ദിവസം മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ മാർപ്പാപ്പ നമുക്ക് വലിയ ഒരു വാഗ്ദാനമാണ് നമുക്ക് നൽകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന് പഠിച്ച ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പിന്നീട് അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേർന്ന് ഒരു നല്ല മിഷണറി ആയിട്ട് അദ്ദേഹം സൗത്ത് അമേരിക്കയിൽ പോയി. സൗത്ത് അമേരിക്കയിൽ പിന്നെ അവിടെ അദ്ദേഹത്തിന്റെ സേവനം തുടർന്നു. അങ്ങനെ ആ സഭയുടെ വിവിധ ഔദ്യോഗിക ഘട്ടങ്ങൾ, പദവികളൊക്കെ അലങ്കരിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായ ജനറലായി, പിന്നീട് അവിടുത്തെ രൂപതയുടെ ബിഷപ്പായി, പിന്നെ അദ്ദേഹത്തെ റോമിലെ ഒരു കർദിനാളായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങോട്ട് റോമിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഇതാ അദ്ദേഹത്തെ ഒരു ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന, ലോകത്തിലെ ക്രിസ്തുവിൻ്റെ വികാരി ആയിരിക്കുന്ന മാർപ്പാപ്പയായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഒരു വലിയ മിഷണറി ആയിരുന്നു. തൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള മനസ്സോടെ അദ്ദേഹം ഈ ഷിക്കാഗോയിൽ നിന്ന് പോയി അദ്ദേഹം സൗത്ത് അമേരിക്കയിലെ പെറുവിൽ പോയി അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ അതിലൂടെ അദ്ദേഹം കർത്താവിന് തൻ്റെ ജീവിതം വഴിയായിട്ട് മറുപടി കൊടുക്കുകയായിരുന്നു. ഹി വാസ് റെസ്പോണ്ടിങ് ടു ദ ഗ്രേസ് ഹി ഹാസ് റിസീവ്ഡ്. ദൈവം നൽകിയിട്ടുള്ള നന്മകൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിയായിട്ട് അദ്ദേഹം മറുപടി കൊടുക്കുകയായിരുന്നു ദൈവത്തിന് പ്രതിസമ്മാനമായിട്ട്. അങ്ങനെ ഇതാ ആ ജീവിതം ഇന്ന് വളരെ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ തന്നെ ഒരു പ്രതിനിധിയായിട്ട് ലോകത്തിലെ ഇന്ന് മുഴുവൻ ജനതയുടെയും
തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഒരു മിഷണറി ആവുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത ദൗത്യമായിരുന്നു. ഇന്നും അദ്ദേഹം ഒരു മിഷണറി ആയിട്ട് തന്നെയാണ്. അപ്പൊ ഒരു മിഷണറി മാർപ്പാപ്പയാണ് അദ്ദേഹം. അപ്പൊ നമ്മുടെ ഈ ഞാൻ ചൊല്ലുന്ന സുറിയാനി കുർബാനയില്, നമ്മുടെ സുറിയാനി റീത്തിലുള്ള സീറോ മലബാർ കുർബാനയില് ചൊല്ലുന്ന ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. 4-ാമത്തെ കേഹന്ത പ്രാർത്ഥന ചൊല്ലുന്നത് ഇപ്രകാരമാണ്: ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയുവാൻ ഇടയാകട്ടെ. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും ലോകം മുഴുവൻ അറിയണം. പിതാവായ ദൈവം ഉണ്ടെന്നുള്ളത് എല്ലാ മനുഷ്യർക്കും ഇന്നും അറിവ് കിട്ടിയിട്ടില്ല. അപ്പൊ അത് അറിയിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് അറിയിക്കുക. പിന്നെ എന്താണ്? അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചെന്ന് എല്ലാവരും അറിയുക. അങ്ങയുടെ പ്രതിനിധിയായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തുവിലൂടെ സാധ്യതമായ ഒരു രക്ഷ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അവരെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ എല്ലാ ഭൂവാസികളെയും അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അതുപോലെ മിശിഹ വന്ന് സജീവമായ മാമോദീസായും വഴി സുവിശേഷം വഴി എല്ലാവരും നൈർമല്യവും വിശുദ്ധിയും പ്രാപിക്കുവാനായിട്ട് എല്ലാ മനുഷ്യർക്കും ആ നൈർമല്യവും വിശുദ്ധിയും കൈവരുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുക എന്നുള്ളതും നമ്മുടെ ദൗത്യമാണ്. അപ്പൊ അപ്രകാരം ഒരു പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് നേടി? ഞാൻ മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ട് എന്തെങ്കിലും ചെയ്തുവോ? എൻ്റെ ജീവിതം കൊണ്ട് എന്ത് ഉപകാരം ഉണ്ടായി? എനിക്ക് മാത്രം ഉപകാരം ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ ഇപ്പൊ ജന്തുക്കളും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് വിട്ട് മനുഷ്യന് എന്താണ് പ്രത്യേകതയുള്ളത്? മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പൊ അവന്റെ സമൂഹത്തെ കൂടി അവൻ രക്ഷിക്കാനുള്ള കടമ അവനുണ്ട്. ആ രക്ഷയിലേക്ക് അവൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ആ രക്ഷ എല്ലാവർക്കും കൊടുക്കുവാനുള്ള കടമയുണ്ട്. യേശു ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ആ യേശുവിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ ഈ പരിശ്രമങ്ങൾ ഈ വഴിത്താരയില് ഒരു വലിയ ശക്തിയായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട പ്രചോദനം നൽകട്ടെ. ഇതിന് വേണ്ട നേതൃത്വം നൽകുന്നവരെയും ക്ലാസ് എടുക്കുന്നവരെയും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവരുടെ നല്ല പരിശ്രമങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. ഒത്തിരി ഒത്തിരി സന്തോഷം പിതാവേ. കേട്ടോ, ഈ തിരക്കിനിടയിൽ ഓടി വന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി. കേട്ടോ, എന്നാ ഞാൻ ഓടിപ്പോട്ടെ. പ്രാർത്ഥന ആശീർവാദങ്ങളാലും നമ്മുടെ മിസ്സിയ കുടുംബത്തെ മൃദുവാത്സല്യത്തോടെ കരുതുന്ന, സ്നേഹിക്കുന്ന, എന്ന് നെഞ്ചോട് ചേർക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട മാർ ജോയ് ആലപ്പാട് പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. മറ്റ് ആത്മീയ ശുശ്രൂഷയുടെ തിരക്കിൽ ആയിരുന്നിട്ടും പിതാവ് എന്നും നമ്മുടെ മിസ്സിയ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. പിതാവിന് വേണ്ടി, പിതാവിന്റെ എല്ലാ ശുശ്രൂഷയുടെയും വിജയത്തിനു വേണ്ടി, പിതാവിന്റെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി നന്ദി പിതാവേ. അത്യുന്നതങ്ങളിൽ നിന്നും അഗ്നിനാളങ്ങളായി വരണേ, വരദാന ഫലധാരയേകാ വരദായകാ വേഗം വരണേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പാവനാത്മാവേ,
അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാ ഞങ്ങൾക്കിന്നാവില്ല സ്നേഹരൂപ. നിന്നെ കൂടാതൊന്നും ചെയ്തിടുവാ ഞങ്ങൾക്കിന്നാവില്ല സ്നേഹരൂപ. സ്നേഹപ്രകാശമ നീ വരണേ, സ്നേഹ ചൈതന്യം ചൊരിഞ്ഞിടണേ. സ്നേഹ പ്രകാശമ നീ വരണേ, സ്നേഹ ചൈതന്യം ചൊരിഞ്ഞിടണേ. ആത്മാവേ പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. ആത്മാവേ പാവനാത്മാവേ അവിടുന്നു ഞങ്ങളിൽ നിറയേണമേ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അധ്യായം 2 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ മകനെ, യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുവാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ നല്ല അടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഇന്നേ ദിനം ഈ നേരം ഞങ്ങളെ ഏവരെയും ഈ സൂം പ്ലാറ്റ്ഫോമിൽ അങ്ങയുടെ വചനം പഠിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകും എന്ന് അരുൾ ചെയ്ത് ഇന്നീ സെഷനിൽ അനുഗ്രഹീയ സാന്നിധ്യമായിരുന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെയും ആശംസാ സന്ദേശം നൽകുന്ന മാർ ജോയ് ആലപ്പാട്ട് പിതാവിനെയും മാർ പ്രിൻസ് പിതാവിനെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീത പിതാക്കന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ആയതുപോലെ അലീസ് കൂട്ടി ചേച്ചിയെയും റിസോഴ്സ് ടീം അംഗങ്ങളെയും എല്ലാ കോർഡിനേറ്റേഴ്സിനെയും മെന്റേഴ്സിനെയും എന്നീ സെഷനിൽ പങ്കെടുക്കുന്നവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഓരോരുത്തരും നൽകണമേ നാഥ. പരിശുദ്ധ അമ്മേ മാതാവേ, അങ്ങേ മധ്യസ്ഥ ഞങ്ങളെ യാചിക്കുന്നു. അങ്ങേ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞു ഈ മിസ്സിയ കുടുംബത്തെ സംരക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ജെർമിയ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്. മാമോദിസ സ്വീകരിച്ച സഭയുടെ അംഗങ്ങളായ നാം ഓരോരുത്തരുടെയും കടമയാണ് സുവിശേഷ പ്രഘോഷണം. ഇതിനായി എല്ലാവരെയും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന മിസ്സിയോ ഗ്രൂപ്പിന്റെ ബാച്ച് 17 ഉദ്ഘാടന സെക്ഷനിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ മനോഹരമായ സായം സന്ധ്യയിൽ ദൈവത്തിന്റെ അനന്ത സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നുകൊണ്ട് ലോകത്തിന്റെ ബലഭാഗത്തായിരുന്ന നാം ഒരുമിച്ച് ചേർത്ത ത്രിയേക ദൈവത്തിന് നന്ദി. ജപമാല എന്ന പവർഫുൾ വെപ്പൺ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലാൻ സഹായിച്ച നെപ്പോളിയൻ അങ്കിളിനും ആന്റിക്കും നന്ദി പറയുന്നു. ജപമാലയ്ക്കും മിസ്സിയോ പ്രാർത്ഥനയ്ക്കും ശേഷം ഈ മീറ്റിംഗിന്റെ പ്രാർത്ഥന ചൈതന്യം ഗാനത്തിലൂടെ വർദ്ധിപ്പിച്ച കാർമൽ ആന്റിക്കും വചന വായനയിലൂടെയും പ്രാരംഭ പ്രാർത്ഥനയിലൂടെയും ദൈവസ്നേഹത്താൽ നിറച്ച രജിത് ചേട്ടനും സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഇനി നിങ്ങളെ എല്ലാവരെയും ഔദ്യോഗികമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്ന കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം തന്നെ
സീറോ മലബാർ സഭയുടെ തലവനായ അഭിമന്യ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സ്നേഹ ആദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന ആശീർവാദങ്ങളാലും സാന്നിധ്യത്താലും മിസ്സേ കൂട്ടായ്മയെ സമ്പന്നമാക്കുന്ന നമ്മുടെ ആത്മീയ പിതാവും ചിക്കാഗോ രൂപതയുടെ ഇടയനുമായ അഭിമന്യ മാർ ജോയ് ആലപ്പാട് പിതാവിനെ സ്നേഹ ആദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ശംഷാബാദ് രൂപതയുടെയും ആദിലാബാദ് രൂപതയുടെയും പിതാവുമായ അഭിമന്യ മാർ പ്രിൻസ് പാണേങ്ങാട് പിതാവിനെ സ്നേഹ ആദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷന്റെ സമാപന സന്ദേശം നൽകുവാനും നമ്മെ ആശീർവദിക്കുവാനുമായി മിസ്യു ടീം ആനിമേറ്റർ റെവറൻഡ് ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത് അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസ്യു ടീമിന്റെ സാരഥി സുവിശേഷ പ്രഘോഷണം നെഞ്ചിലേറ്റി ശരിയായ ദിശാബോധത്തോടെ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്ന പ്രൊഫസർ CC ആലിസൂടി ആന്റിയെയും നമ്മുടെ പ്രിയപ്പെട്ട ടോമിച്ചൻ അങ്കിളിനെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിൽ ദൗത്യ നിർവഹണത്തിനായി തീക്ഷ്ണതയോടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരായ ടീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അഗസ്റ്റിൻ അങ്കിൾ, മിസിയോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നവർ, മിസിയോ മെന്റേഴ്സ്, കോർഡിനേറ്റേഴ്സ് എന്നിവരെയും ഈ കോഴ്സിലേക്ക് താല്പര്യത്തോടെ കടന്നു വന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. മിസിയോ പ്രിലിംസ് 16ാമത്തെ ബാച്ച്, അതായത് കഴിഞ്ഞ ബാച്ചിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ രീതിയിൽ ഈ കോഴ്സ് അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. വചനം അറിയാൻ, ഗ്രഹിക്കാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, പരിശുദ്ധാത്മാവിന്റെ പ്രസൻസ്, കൂട്ടായ്മയുടെ പ്രാധാന്യം എന്നിങ്ങനെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നമ്മുടെ സമയപരിധി മൂലം നമുക്ക് കുറച്ചു പേരുടെ എക്സ്പീരിയൻസ് കേട്ടാലോ? അതിനായി ആദ്യം തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ടോജി മാത്യു, ടോജി ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ടോജി. ഞാൻ കഴിഞ്ഞ 16ാം ബാച്ചിലെ ഓൺലൈൻ കോഴ്സിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ അതിനുശേഷം ഫിസിക്കൽ കോഴ്സിലും പങ്കെടുക്കുവാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഈ 17ാമത്തെ ബാച്ചിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഒരിക്കൽ കൂടി അവരെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു കോഴ്സ് കൂടുന്നതിന് മുൻപ് എനിക്ക് പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു. ശരിയാണ്, ഞാൻ പലപ്പോഴും നമ്മുടെ കൂട്ടായ്മകളില് അല്ലെങ്കിൽ നമ്മളുമായിട്ടുള്ള ഞാൻ ജീസസ് യൂത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെറിയ രീതിയിൽ ബൈബിൾ പ്രഘോഷണവും വചന പങ്കുവയ്ക്കലും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ വിചാരം അക്രൈസ്തവർ അല്ലെങ്കിൽ വിജാതീയരായവരുടെ ഇടയിൽ കർത്താവിനെ പങ്കുവയ്ക്കുക, കർത്താവിനെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ കർത്താവിനെ പങ്കുവയ്ക്കുക എന്നുള്ളത് വൈദികരുടെയും സന്യസ്തരുടെയും ഒരു കടമയായിട്ടാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് അധികം ഒരു എഫേർട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. ഈ കോഴ്സിന് ചേർന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു ബോധ്യമാണത്. തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട്, തിരുസഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുസഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തില് നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഈ കോഴ്സ് കൂടുന്നത് വഴി എനിക്ക് ലഭിച്ചു. മർക്കോസിന്റെ സുവിശേഷം 16ാം അധ്യായം 15ാം വാക്യത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിനെന്ന്. കർത്താവ് ശിഷ്യന്മാരോട് മാത്രം നൽകിയ ഒരു ആഹ്വാനമല്ലത്, നമ്മൾ ഓരോരുത്തരെയും നോക്കി കർത്താവ് ആ ഒരു സുവിശേഷ ദൗത്യത്തിനായിട്ട് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രചോദനമായിരുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി ഞാൻ അറിഞ്ഞ കർത്താവിനെ ഇനിയും അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് ആ കർത്താവിനെ പകർന്നു കൊടുക്കുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്, എൻ്റെ കടമയാണ് എന്നുള്ളൊരു ബോധ്യം എനിക്ക് ലഭിച്ചു. നമ്മളെല്ലാവരും കേട്ടു, നമ്മുടെ പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ പറഞ്ഞത് ഒരു മിഷനറി ആഹ്വാനത്തിനാണ്, ഒരു മിഷൻ പ്രവർത്തനത്തിനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. മിഷനറീസ് ദ ഹോൾ ചർച്ച് വി ആർ സപ്പോസ് ടു ഗോ ഹെഡ് ആസ് എ മിഷനറി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഹ്രസ്വമായിട്ടുള്ള ഒരു പ്രസംഗത്തിൽ പോലും അദ്ദേഹം മിഷനറി പ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അപ്പോ എനിക്ക് കിട്ടിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയായിരുന്നു. അപ്പൊ മർക്കോസ് 16-15 എനിക്ക്
എൻ്റെ ഹൃദയത്തിൽ മാംസം ധരിക്കുവാനായിട്ട് എനിക്ക് ഇടയായി. അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി തിരുസഭയുടെ പ്രബോധനങ്ങൾക്കും പഠനങ്ങൾക്കും അനുസരിച്ച് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾക്കും അതുപോലെ മാർപ്പാപ്പന്മാരുടെ ചാക്രിക ലേഖനങ്ങൾക്കും എല്ലാം കൃത്യമായിട്ട് അനുസരിച്ചാണ് ഇതിന്റെ പാഠ്യാവലി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പഠനക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ ക്ലാസ്സുകളിലും നിങ്ങളിപ്പോ കണ്ട പോലെ അഭിവന്ദ്യ പിതാക്കന്മാരുടെ സാന്നിധ്യവും വൈദികരുടെ സാന്നിധ്യവും ഓരോ ക്ലാസ്സുകളിലും ഉണ്ടാകാറുണ്ട്. അത് ഈ ഒരു മിസിയോ കൂട്ടായ്മയുടെ ഈ ക്ലാസിന്റെ ആധികാരികത ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റു കൂട്ടായ്മകളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, നമ്മൾ പല കൂട്ടായ്മകളിലും ഒക്കെ പോയിട്ടുണ്ടാവാം, പക്ഷെ അവിടെയൊക്കെ വചന പ്രഘോഷകര് എന്ന് പറയുന്ന കുറെ ആൾക്കാർ, ഒരു സൈഡില് കൗൺസിലേഴ്സ്, എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരെ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം നമ്മൾക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ അധ്യാപകരെന്നോ വിദ്യാർത്ഥികളെന്നോ അല്ലെങ്കിൽ പ്രഘോഷകരെന്നോ ശ്രോതാവെന്നോ അല്ലെങ്കിൽ സീനിയേഴ്സ് എന്നോ ജൂനിയേഴ്സ് എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഈ ഒരു കോഴ്സിൽ കൂടുന്നത് വഴി എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ഈ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഒന്നായിട്ട് മുന്നേറുന്നതായിട്ട് എനിക്ക് ഈ കൂട്ടായ്മയിൽ കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ ഭാഗമാകുന്നത് വഴി നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, അപ്പൊ ഞാൻ കഴിഞ്ഞ കോഴ്സ് കൂടിയതിനു ശേഷം ഉടനെ തന്നെ എനിക്കും പല ഉത്തരവാദിത്തങ്ങൾ നൽകപ്പെട്ടു. അപ്പൊ പല ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ച് കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ അറിഞ്ഞ ദൈവസ്നേഹം നിങ്ങളെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരി പേരെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 20 പേരോളം ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് ചേർക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ ആ ഒരു ദൈവസ്നേഹം, ഞാൻ അറിഞ്ഞ ദൈവസ്നേഹം നിങ്ങളും അറിയണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങൾ ആ ദൈവസ്നേഹം അറിഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ ആ ഒരു ദൈവസ്നേഹ രൂപയിലേക്ക് വളരുവാനായിട്ട് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സുവിശേഷ പ്രഘോഷണം എന്നത് നാം ഓരോരുത്തരുടെയും കടമയാണ്. കേവലം വൈദികരിലോ ആത്മായ പ്രേക്ഷിതരിലോ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. മാമോദീസ സ്വീകരിച്ച ദൈവത്തിന്റെ മക്കളായ നാം ഓരോരുത്തരുടെയും കടമയാണ് എന്ന ആ ഒരു ബോധ്യം നമ്മിൽ ഉണർത്തിച്ച ടോജി ചേട്ടന് ഒത്തിരി നന്ദി. അടുത്തതായി USA നിന്ന് റെജി ജോഷി. റെജി ചേച്ചി പ്ലീസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റെജി ജോഷി എന്നാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ജോഷി മാത്യു. ഞങ്ങൾ 2 മക്കളോടുമൊപ്പം USA വെർജീനിയ എന്ന സ്റ്റേറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 10-ാം തിരുവചനം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, എന്നെ അറിഞ്ഞു വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ ആഴമായി അറിയുവാനും വിശ്വസിക്കുവാനും ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും വേണ്ടിയിട്ടാണ് എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന വലിയ ബോധ്യം മിസിയോ ഗ്രൂപ്പിലേക്ക് കടന്നു വന്ന് ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ സർവശക്തനായ ദൈവം എനിക്ക് തന്നു. മിഡിൽ ഈസ്റ്റിലായിരുന്ന അവസരങ്ങളിൽ ഒരു കൂട്ടായ്മയോട് ചേർന്ന് കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ദൈവം ഒരുക്കിയ കുടുംബത്തിലെ ചില ഉത്തരവാദിത്തങ്ങൾ തീർക്കുവാൻ വേണ്ടി ഏതാനും വർഷം ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ദൈവകൃപയാൽ ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്തു എന്ന് വിശ്വസിക്കുമ്പോഴും ആത്മീയ മേഖലകളിൽ വളരെയേറെ വരൾച്ചയിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഈ മിസിയോ ഗ്രൂപ്പിലേക്ക് ദൈവം എന്നെ ക്ഷണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ വീണ്ടും ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു എന്ന്. മിസിയോ ഗ്രൂപ്പിൽ തന്നെയുള്ള നാൻസി ബോബൻ എന്ന എൻ്റെ ഒരു കസിൻ സിസ്റ്റർ അയച്ചു തന്ന ലിങ്ക് വഴിയായിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ആദ്യമായിട്ട് പ്രവേശിച്ചത്. ഓൺലൈൻ ശുശ്രൂഷകൾക്കും ക്ലാസ്സുകൾക്കും ഒക്കെ ഒത്തിരിയേറെ പരിമിതികളുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു സംശയത്തോടു കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഗ്രൂപ്പിലേക്ക് കടന്നു വന്നത്. എന്നാൽ ഓരോ സെക്ഷനും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും കടന്നു പോകുന്നത് വളരെ കൗതുകത്തോടെ നോക്കി കാണുവാനും അതിലൂടെ കിട്ടുന്ന ഓരോ ബോധ്യങ്ങളും എൻ്റെ ജീവിതത്തിൽ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പണ്ട് കിട്ടിയ പല ബോധ്യങ്ങളും അറിവുകളും വളരെ അടുക്കും ചിട്ടയോടും കൂടെ മനസ്സിലാക്കുവാനും വളരെ സിമ്പിളായിട്ട് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും തക്കവണ്ണം ദൈവം ഈ ആഴ്ചകളിൽ എന്നെ ഒരുക്കുക തന്നെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് സ്ലൈഡ് പ്രസൻറ്റേഷൻ എല്ലാം വളരെ സിമ്പിളായിട്ട് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിൽ തന്നെയുള്ളതായിരുന്നു. അതുമാത്രമല്ല, ശനിയാഴ്ച സെക്ഷനിലേക്ക് കടന്നു വരുന്ന ചില ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വിശ്വാസത്തിന്റെ തലങ്ങളിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഒരു അവസരങ്ങളായിരുന്നു അത്. വീണ്ടും പറയുകയാണെങ്കിൽ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ സെക്ഷനുകളും ഏതെങ്കിലും ഒരു കാരണവശത്താൽ എനിക്ക് ലൈവായിട്ട് കൂടാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് വീണ്ടും ശ്രവിക്കുവാനും അതിലൂടെ കിട്ടുന്ന ബോധ്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനും എനിക്ക് സാധിച്ചിരുന്നു. ഞങ്ങൾ ബുധനാഴ്ചകളിൽ ആയിരുന്നു സബ് ഗ്രൂപ്പിൽ കൂടിക്കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഏറെയുണ്ട്. അതിലുള്ള ഓരോ മെൻറ്റേഴ്സും ലീഡേഴ്സും അതത് സമയങ്ങളിൽ ഞങ്ങളെ വിളിക്കുകയും എൻകറേജ് ചെയ്യുകയും ഓരോ കാര്യങ്ങൾക്കും ഗൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ആഴ്ചകളിലും കിട്ടുന്ന പ്രെയർ പാർട്ട്നേഴ്സും അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതും പരസ്പരം പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നതും വലിയൊരു ആത്മീയ ബന്ധം തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നു. മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത്, പിതാക്കന്മാരുടെയും വൈദികരുടെയും എല്ലാ സാന്നിധ്യവും CCCയിലുള്ള ഓരോ ഭാഗങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ഓരോ വചനങ്ങൾ ധ്യാനിക്കാനൊക്കെ പഠിപ്പിക്കുന്നതുമെല്ലാം സഭയുമായിട്ട് ചേർത്ത് നിർത്തുന്ന ഒരനുഭവം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക തന്നെ ചെയ്തുകൊണ്ടിരുന്നു. നിത്യസത്യങ്ങളെക്കുറിച്ച് ഓരോ ദിവസം കിട്ടുന്ന വചനം ധ്യാനിക്കാൻ കിട്ടുന്നതായിരുന്നു എനിക്ക് ഏറ്റവും അനുഭവവേദ്യമായിട്ട് തോന്നിയത്. ആ ഓരോ വചനങ്ങളും വായിക്കാനും ധ്യാനിക്കാനും അതിലൂടെ കിട്ടുന്ന കൊച്ചു കൊച്ചു ബോധ്യങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യാനും പറ്റുന്നത് വചനത്തിൽ ആഴപ്പെടുവാൻ എന്നെ ഒത്തിരി സഹായിച്ചിരുന്നു. പണ്ട് പഠിച്ചിരുന്ന പല വചനങ്ങളും മറന്നുപോയിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കുന്നതനുസരിച്ച് ആ വചനങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് എടുത്തെടുത്ത് തരുന്നതായിട്ടെല്ലാം എനിക്ക് മനസ്സിലാക്കിയിരുന്നു. അതുമാത്രമല്ല, എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, വളരെ തിരക്കുകൾക്കിടയിലും ഈ വചനത്തിൻ്റെ കൊച്ചു കൊച്ചു ബോധ്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും കാണുമ്പോൾ നമുക്ക് കൂടുതൽ എൻകറേജ്മെൻ്റ് ആയിരുന്നു. ഓരോ ദിവസം അവസാനം നമുക്ക് ഒരു ടോക്കൺ ഓഫ് താങ്ക് യു കിട്ടുമായിരുന്നു. അത് മെൻറ്റേഴ്സ് തരുന്നതായിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വചനം പോസ്റ്റ് ചെയ്യാൻ വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. പലരുടെയും വചനങ്ങൾ പങ്കുവയ്ക്കുന്ന വചനഭാഗങ്ങൾ കേൾക്കുമ്പോൾ വചനത്തിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് അഭിഷേക പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയത്, പണ്ട് മുടങ്ങിപ്പോയ പല ശുശ്രൂഷ മേഖലകളും പരിശുദ്ധാത്മാവ് എനിക്ക് തുറന്നു തന്നു എന്നതാണ്. പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാര്യത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന വളരെ കമ്മിറ്റഡ് ആയിട്ടും ദൈവസ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടും ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്തു. ഇപ്രകാരം അനുഗ്രഹം ലഭിക്കുവാൻ ഈ ഏതാനും ആഴ്ചകൾ ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഞാൻ ഓർക്കുകയാണ്, ഫിസിക്കൽ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എത്രയേറെ അധികം അഭിഷേകം ഇരട്ടിയായിട്ട് പരിശുദ്ധാത്മാവ് തരുമെന്ന്. അപ്പോൾ എത്രയും അടുത്ത ദിവസങ്ങളിൽ എനിക്കത് കൂടാൻ പറ്റണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുതിയ ബാച്ചിലേക്ക് ചേർന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വ ഗ്രൂപ്പിനു വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സകല മക്കളെയും വരദാന ഫലങ്ങളാൽ ഈശോ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആത്മീയതയുടെ ഉയർച്ചയിലേക്കും ഉണർവിലേക്കും ഒരിക്കൽ കൂടി തന്റെ ജീവിതത്തെ കരപിടിപ്പിക്കുവാൻ മിസ്സിയോ പ്രോഗ്രാം വഴി നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് രജി ചേച്ചി പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിൽ നന്ദി പറയാം. അടുത്തതായി സീറോ മലബാർ സഭയുടെ തലവനായ അഭിമന്യ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ ആശംസാ മെസ്സേജ് റെക്കോർഡ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. പിതാവിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. മിസ്സിയോ നടത്തുന്ന മിഷണറി ട്രെയിനിങ് പ്രോഗ്രാമിലെ ധാരാളം പേര് സംബന്ധിക്കുന്നുണ്ട്. ഇതിൽ ധാരാളം പേര് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം സ്വീകരിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നുണ്ട്. പുതുതായിട്ട് ഒരു ബാച്ച് അവർ ട്രെയിനിങ്ങിനെ ആരംഭിക്കുകയാണ്. സർവ്വനന്മകളും ദൈവാനുഗ്രഹവും ഞാൻ പ്രാർത്ഥിക്കുന്നു. അൽമായയുടെയും മറ്റും നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാം ഒരുപാട് അനുഗ്രഹീതമാകട്ടെ, സഭയുടെ അജപാലന ശുശ്രൂഷയിലും മിഷൻ പ്രവർത്തനങ്ങളിലും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. സ്നേഹത്തോടെ തട്ടിൽ പിതാവ്. താങ്ക് യു പിതാവേ. ദൈവം മനുഷ്യനെ എത്ര ഭംഗിയായിട്ടാണ് ഒരുക്കുന്നത്. ശിഷ്യന്മാരെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ഒരുക്കിയതും അയച്ചതുമെല്ലാം ബൈബിൾ വിശുദ്ധമാക്കുന്നു. അതുപോലെ അടുത്തതായി മിസ്സിയോ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി USA നിന്ന്
ബോബി അടപ്പൂർ. ബോബി ചേട്ടൻ, over to you. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനം നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്: പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. മിസ്സിയോ പ്രിലിംസ് കോഴ്സിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഫ്ലോറിഡയിലുള്ള ജോൺ ജോഫി ദമ്പതികളിലൂടെയാണ്. അവർ ഈ മിസ്സിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു. പിന്നീട് ഫോണിലൂടെ അവർ ഈ കോഴ്സിനെ കുറിച്ച് പറയുകയും ഇതിൽ പങ്കെടുക്കുന്നത് നല്ലതാണെന്ന് പറയുകയും ചെയ്തു. ഞാൻ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നത് കുറെ നാളത്തേക്കൊക്കെ നീട്ടിവെച്ചു. എന്നാൽ യേശു ഒരു സ്വപ്നത്തിൽ എനിക്ക് മനസ്സിലാക്കി തന്നു ഈ കോഴ്സിൽ ചേരണമെന്ന്. ഉടൻ തന്നെ അവരയച്ചു തന്ന ലിങ്കിലൂടെ 15ാമത്തെ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തു. ആ ബാച്ചിൽ അസിസ്റ്റന്റ് ലീഡറായിട്ട് ശുശ്രൂഷ ചെയ്തു. ഞാൻ വ്യക്തിപരമായിട്ട് ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മിസ്സിയോ കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ 7 നിത്യസത്യങ്ങളെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ തിരുവചനങ്ങളുടെയും തിരുസഭയുടെ ഔദ്യോഗിക പഠനങ്ങളുടെയും മനസ്സിലാക്കുവാൻ സാധിച്ചു. ശനിയാഴ്ചകളിലെ വചന പ്രഘോഷങ്ങളിലൂടെയും സ്ലൈഡ് പ്രസന്റേഷനിലൂടെയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളിലൂടെയും ഓരോ നിത്യസത്യങ്ങൾ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഓരോരുത്തരും ദൈവവചനത്തിലൂടെ അവതരിപ്പിച്ചത് ഹൃദയത്തിൽ ദൈവവചനം ആഴപ്പെടാനായിട്ട് സഹായിച്ചു. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങിലൂടെ നമുക്ക് ലഭിച്ച ബോധ്യങ്ങൾ പങ്കുവെക്കാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നതും അത് വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അതുപോലെ എല്ലാ ദിവസവും വിചിന്തനത്തിനായിട്ട് സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന തിരുവചനങ്ങൾ അത് ധ്യാനിക്കുമ്പോൾ, ആ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾ ഒരു വോയിസ് ക്ലിപ്പായിട്ട് നമ്മൾ തന്നെ സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് വളരെ അനുഗ്രഹപ്രദമായി. അതുപോലെ ഈ കോഴ്സ് 15ാമത്തെ ബാച്ച് കഴിഞ്ഞപ്പോൾ ഇതിൽ തുടരണ വേണ്ടയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ തമ്പുരാൻ ഒരു സ്വപ്നത്തിലൂടെ വീണ്ടും എനിക്ക് മനസ്സിലാക്കി തന്നു ഈ കോഴ്സിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അങ്ങനെ 16ാമത്തെ ബാച്ചിലും ഞാൻ ചേർന്നു. ആ ബാച്ചിലെ ഒരു ലീഡറായിട്ട് ശുശ്രൂഷ ചെയ്തു. ഇതിനിടയിൽ എൻ്റെ സ്നേഹിതർക്കും അതുപോലെ തന്നെ മറ്റു പലർക്കും ഈ ലിങ്ക് അയച്ചു കൊടുത്തു. ഈ മിസ്സിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്തു. അവരിൽ പലരും ഈ കോഴ്സിൽ ചേരുകയും ഈ കോഴ്സിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മിസ്സിയോയിലെ അംഗങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് ഞങ്ങൾ സാധിച്ചു. കോർഡിനേറ്റേഴ്സ്, മെന്റേഴ്സ്, റിസോഴ്സ് പേഴ്സൺസ് എല്ലാവരും വളരെയധികം സഹായിച്ചു. നമുക്ക് എപ്പോഴെല്ലാം ആവശ്യമുണ്ടായാലും അവരെ വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ തന്നെ അവർ റിപ്ലൈ എന്ന് അപ്പോൾ തന്നെ അതിനുള്ള മറുപടി തന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നല്ലൊരു കൂട്ടായ്മയിൽ വളർത്തുവാനായിട്ട് അവർ ശ്രമിച്ചു. അങ്ങനെ ഒരു നല്ല കൂട്ടായ്മയുടെ അനുഭവം ഞങ്ങൾക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് ഈ മിസ്സിയോ പ്രിലിംസ് കോഴ്സിൽ എനിക്ക് ലഭിച്ച ബോധ്യങ്ങൾ, പ്രത്യേകിച്ച് 7 നിത്യസത്യങ്ങളെ കുറിച്ചും അതുപോലെ യേശുവിനെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനും മറ്റുള്ളവരെയും സ്നേഹിക്കുവാനുള്ള വലിയ കൃപ ലഭിച്ചു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാ അഭിഷേകം, ആ പ്രാർത്ഥനയിൽ കൂടുതൽ നല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുകയും പിന്നീട് അടുത്ത ബാച്ചിലേക്ക് 17ാമത്തെ ബാച്ചിൽ മെന്ററായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു ക്ഷണം ലഭിച്ചു. അതിലൂടെ ഈ 17ാമത്തെ ബാച്ചിലെ ഒരു മെന്ററായിട്ട് ഞാൻ കയറി. ഈ മിസ്സിയോ കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് കൃപ നൽകിയ നമ്മുടെ ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. അതോടൊപ്പം സഹായിച്ച എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ശ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 1 കൊറിന്ത്യസ് 9:16 നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ മിസ്സിയോ പ്രിലിം കോഴ്സിലൂടെ ദൈവരാജ്യ പ്രഘോഷകരും ശുശ്രൂഷകരുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മെക്കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ നടക്കുമ്പോൾ അതിമനോഹരമായി തീരും. തന്റെ കൃത്യമായ അനുഭവം പങ്കുവെച്ച ബോബി ചേട്ടന് നന്ദി. കൂടുതൽ പ്രചോദനമായ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം. തലശ്ശേരിയിൽ നിന്ന് ലിസി ചേച്ചി. ദൈവത്തിന് സ്തുതി. ഞാൻ ലിസി സണ്ണി, തലശ്ശേരി അതിരൂപത നെല്ലിക്കാമ്പുവിൽ ഇടവകാംഗമാണ്. ഞാൻ 15ാം ബാച്ചിലാണ് മിസ്സിയോയിൽ ആദ്യമായി ചേർന്നത്. തുടർന്ന് 16ാം ബാച്ചിലും ഇപ്പൊ 17ാം ബാച്ചിൽ ഒരു മെന്ററായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. 7 നിത്യസത്യങ്ങളെക്കുറിച്ച് ആദ്യമേ കേട്ടതും മനസ്സിലാക്കാൻ സാധിച്ചതും മിസ്സിയോയിലൂടെയാണ്. ദൈവവചനത്തിലൂടെയുള്ള ആ യാത്ര ഏറെ സന്തോഷവും അനുഗ്രഹപ്രദവുമായിരുന്നു. ദൈവം എന്നെ ഞാനായിരിക്കുന്ന അവസ്ഥയെ സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കാത്തത് എൻ്റെ പാപാവാസിയാണെന്ന് മനസ്സിലാക്കുകയും പാപത്തെക്കുറിച്ച് അനുദപിച്ച് കുമ്പസാരത്തിലൂടെ എനിക്കൊരു ആത്മീയ സന്തോഷം ലഭിക്കുകയും ചെയ്തു. നാം ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവരുടെ ഒരു സ്നേഹ കൂട്ടായ്മയായിരുന്നു ഈ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകൾ. ഓരോ ദിവസേനയുള്ള വചന വിചിന്തനം വഴി സ്വന്തം ബോധ്യങ്ങളുടെ ഒപ്പം മറ്റുള്ളവരുടെ ബോധ്യങ്ങൾ കൂടി മനസ്സിലാക്കുക വഴി ഓരോ വചനത്തിലും കൂടെ നമുക്ക് ആഴപ്പെടാൻ സാധിച്ചു. മിസ്സിയോയിൽ വന്നതുകൂടി വിശുദ്ധ ഗ്രന്ഥം വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വായിക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. പ്രയർ പാർട്ട്ണറെ വിളിക്കുന്നത് വഴി അവരുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിക്കാനും ഓരോരുത്തരുടെയും പ്രാർത്ഥനാ ആവശ്യങ്ങൾ പരസ്പരം പങ്കുവെച്ച് പ്രാർത്ഥിക്കുക വഴി യേശുവിനോട് കൂടുതൽ അടുക്കുവാനും എല്ലാ ദിവസവും ഒരാളെങ്കിലും നമ്മുടെ കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണ്ട് എന്ന ബോധ്യവും ലഭിച്ചു. വിഷമാവസ്ഥയിലായിരിക്കുന്നവരോട് ദൈവത്തെക്കുറിച്ച് പറയുവാനും എൻ്റെ വാക്കുകൾ മൂലം അവർക്ക് ഒരു ആശ്വാസം ലഭിച്ചു എന്ന് കേട്ടപ്പം അവരോടൊപ്പം എനിക്കും സന്തോഷിക്കാനായി. കൂടാതെ ചേച്ചിയോട് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ആ പ്രാർത്ഥന ആവശ്യപ്പെടാമല്ലോ എന്ന് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അവർണ്ണനീയമായിരുന്നു. ഈ മിസ്സിയോയിൽ നിന്ന് കിട്ടുന്നത് പോലെ ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും ആനന്ദവും നമുക്ക് വേറെ ഒരു ഗ്രൂപ്പിൽ നിന്നും ലഭിക്കുകയില്ല. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കുകൊള്ളുവാനും നീരസമുള്ളവരോട് ക്ഷമിക്കുവാനും ക്ഷമ ചോദിക്കുവാനും എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ക്രമപ്പെടുത്താനും അതുവഴി എനിക്ക് സാധിച്ചു. ഞാൻ അറിഞ്ഞ ഈശോയെ കുറച്ചു പേർക്കെങ്കിലും പങ്കുവയ്ക്കാൻ സാധിക്കുകയും അവരുടെ പ്രതികരണം എനിക്ക് ലഭിക്കുവാനും ഇടയായി. ഫെബ്രുവരി മാസത്തിലെ റെസിഡൻഷ്യൽ കോഴ്സിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ദൈവസ്നേഹം എന്താണെന്നും എളിമയോടും വിനയത്തോടും കൂടെ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്നത് എങ്ങനെയെന്നും അവിടുന്ന് പഠിച്ചു. ദൈവവചനം മാത്രമല്ല, ദൈവവചനം പറയുക മാത്രമല്ല, അതിലൂടെ ജീവിക്കുന്നവരെയാണ് അവിടെ കാണാൻ സാധിച്ചത്. പിന്നെ ഒരു സ്നേഹ കൂടാരം തന്നെയായിരുന്നു അവിടെ. സഭയോട് ചേർന്നുള്ള മിസ്സിയോ കൂട്ടായ്മയിൽ അഭിവന്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും ആശീർവാദവും അനുഗ്രഹ പ്രഭാഷണങ്ങളും വളരെ കൃപ നിറഞ്ഞതായിരുന്നു. കൂടാതെ ആത്മായ പ്രേക്ഷിതരുടെ വചന പ്രഘോഷണം വഴി കൂടുതൽ വചനത്തെ പഠിക്കുവാനും എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് കുറെ മാറ്റങ്ങൾ വരുത്തുവാനും സാധിച്ചു. അതിന് നല്ലവനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സഭയുടെ ദൗത്യത്തിൽ പങ്കുചേർന്ന് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാം. നല്ല നിലത്ത് വീണ വിത്ത് പോലെ ആയി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ഈശോയോട് സംസാരിക്കാൻ കഴിഞ്ഞത്, വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം എന്നിങ്ങനെ തന്റെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ ലിസി ചേച്ചിക്ക് നന്ദി. ദൈവ സാന്നിധ്യം കൂടാതെയുള്ള മനുഷ്യാത്മാവിന്റെ ജീവിതം കരക്കിട്ട മീനിന്റെ അവസ്ഥയാണ്. ദാവീദിനെ പോലെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം. അടുത്തതായി കോഴിക്കോട് നിന്ന് ജെറിൻ സോളമൻ. ജെറിൻ ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാൻ കോഴിക്കോട് നിന്നാണ്. പേര് ജെറിൻ സോളമൻ. സാധാരണ ഒരു ഞായറാഴ്ച പള്ളിക്കാരനായിരുന്നു ഞാൻ. എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകും. ക്രിസ്മസ്, അതുപോലെ നമ്മുടെ പെരുന്നാളുകൾ, ഈസ്റ്റർ, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഞാൻ വളരെ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ട് വചനം പറയാനും അതിനെപ്പറ്റി കൂടുതൽ ധ്യാനിക്കാനൊക്കെ. അപ്പോൾ പള്ളി ഇടവകയിലുള്ള ഒരു
ആന്റണി ചേട്ടൻ മിസിയോ ഗ്രൂപ്പിനെ പറ്റി പറയുകയും ഇതിൽ പങ്കെടുക്കണമെന്ന് എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. ഫസ്റ്റ് ഇതിങ്ങനെ കേട്ടപ്പോൾ ഒരു അന്താളിപ്പാണ് ഉണ്ടായത്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ പങ്കുചേരുന്നത്. പക്ഷെ ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഒരു പ്രയാസവും ഈ മിസിയോ ഗ്രൂപ്പിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. മെന്റേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നു. എന്ത് കാര്യം ചോദിച്ചാലും എന്ത് ചെറിയ സംശയമാണെങ്കിലും ഫോണ് വിളിച്ച് അപ്പം തന്നെ എടുക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ വന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരും. സാധാരണ വചനഭാഗം നമ്മൾ അച്ഛന്മാര് പറയുന്നത് വായിക്കും, കേൾക്കും, ബൈബിൾ എടുത്ത് വായിക്കും. അങ്ങനെ വായിച്ചു പോകുന്ന ഞാൻ ഇതിൽ വന്നതോടുകൂടി കുറെ വചനങ്ങൾ വായിക്കുകയും അതിനെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്തു. അത് ഞാൻ പ്രത്യേകം എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എന്താന്ന് വെച്ചാല് ഒരു വചനം ഞാൻ ഇവിടെ വിചിന്തനം ചെയ്യാൻ വേണ്ടി കിട്ടുമ്പോൾ ഞാൻ ആ ബൈബിളുമായിട്ടാണ് റൂമിലേക്ക് കയറാറ്. അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതിന്റെ മുൻഭാഗവും അത് കഴിഞ്ഞു വരുന്ന ഭാഗം കൂടി ഞാൻ വായിച്ചു നോക്കും. അപ്പൊ വളരെയേറെ മനസ്സിന് ഈ നമ്മുടെ യേശുപ്പച്ചൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രമാത്രം അനുഗ്രഹമുള്ള കാര്യങ്ങളാണെന്നുള്ളത് എനിക്ക് വളരെയേറെ ബോധ്യപ്പെട്ടു. അതുപോലെ ഈ കൂട്ടായ്മയിൽ വന്നപ്പോൾ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. 7 നിത്യസത്യങ്ങള്, അത് ആ 7 ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. പുതിയതായിട്ട് വന്നിരിക്കുന്ന 11ാം ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അത് വളരെയേറെ അനുഗ്രഹമായിട്ട് മാറും. പിന്നെ കൂട്ടായ്മയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ യേശുപ്പച്ചൻ എനിക്ക് തോന്നുന്നത് ഈ കൂട്ടത്തിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. യേശുപ്പച്ചൻ ആകെ ഒരു സന്ദർഭത്തിൽ മാത്രമേ ഒറ്റയ്ക്ക് ഇരിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ കൂട്ടത്തിന് നടുക്ക്. യേശുപ്പച്ചൻ ഈ കൂട്ടത്തിന് ആൾക്കാരെയൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഈ കൂട്ടായ്മയിൽ എപ്പോഴും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം എന്തായാലും ഉണ്ടാവും. ദൈവത്താൽ നമ്മൾ തിരഞ്ഞെടുത്തതല്ല, നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. എന്നെ അതേപോലെ ഈ ഗ്രൂപ്പിലേക്ക് തമ്പുരാൻ തെരഞ്ഞെടുത്തതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വരില്ല. പിന്നെ 2-3 കാര്യങ്ങള് ദൈവാനുഗ്രഹം, പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ ക്ലാസ്സിൽ എനിക്ക് വളരെയേറെ കിട്ടി. സാധാരണ നമുക്ക് ഈ ക്ലാസ് അധികം മിസ്സായി പോകും. ഞാൻ KSRTCയിലാണ്, ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്, 6-2, 2-10 നൈറ്റ്. അപ്പോൾ എനിക്ക് ഈ മെന്റേഴ്സിനോട് വളരെയേറെ നന്ദിയുണ്ട്. മെന്റേഴ്സ് എനിക്ക് വേണ്ടിയിട്ട് എന്റെ താല്പര്യത്തിന്, എന്റെ ക്ലാസ്സിൽ, എന്റെ സന്ദർഭത്തിന് വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചൊവ്വാഴ്ച ക്ലാസ് ആണ് ഉണ്ടാക്കി തന്നത്. ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായോ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്നിട്ട് കൂടി ചില സന്ദർഭത്തിൽ എനിക്ക് ചൊവ്വാഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പക്ഷെ തമ്പുരാന്റെ കരുണ കൊണ്ട് വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ട് ബസിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് 2 ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും, ഞാൻ മെക്കാനിക്കാണ്, ആ സമയത്തൊന്നും ഒരു വർക്കോ അല്ലെങ്കിൽ വേറെ ബ്രേക്ക് ഡൗണുകളോ ഒന്നും വന്നില്ല. ദൈവം ആ ക്ലാസ് എന്നെ കൊണ്ട് പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാഹ്യമായിട്ട് ആ വണ്ടിക്ക് തകരാറോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഞാൻ അതിന്റെ ഉള്ളിലാണ് 2 ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അതുപോലെ എനിക്ക് ഒന്നും കൂടി പറയാനുള്ളത്, ഈ ക്ലാസ്സിൽ വന്നപ്പോൾ ഈ നിത്യസത്യങ്ങളെ പറ്റി പറഞ്ഞ് അതുപോലെ തന്നെ വചനഭാഗങ്ങൾ കുറെ വായിച്ചത് കാരണം ഇവിടെ പറയുന്ന ആൾക്കാരെ പോലെ, അല്ലെങ്കിൽ നമ്മളെ അച്ഛന്മാരെ പോലെ പറയുന്നു പറയില്ല, അച്ഛന്മാരൊക്കെ വളരെ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. നമ്മളെ വാർഡില് പെട്ടെന്നൊരു സുഖമില്ലാത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും ആ ചേച്ചിയെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ 10 പേരാണ് പോയത്. അതില് ആനിമേറ്റർ സിസ്റ്ററും ഉണ്ട്. അപ്പൊ ആ ചേച്ചിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇത് വരാൻ, ഞാൻ എന്ത് പറയുന്നില്ലതേ. അപ്പൊ അതിൽ വന്നിരിക്കുന്നത് രക്തസ്രാവക്കാരിയുടെ ആ ഒരു സന്ദർഭമാണ്. അപ്പൊ ലാസ്റ്റ് ടേൺ എന്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന വേണം, ചേച്ചിയുണ്ട് അവിടെ, സുഖമില്ലാത്ത ചേച്ചിയുണ്ട്. തമ്പുരാനെ മനസ്സിൽ വിചാരിച്ച് ഈ മിസിയോ ഗ്രൂപ്പിൽ അംഗമായതിന്റെ ആ ഒരു ഗുണം, അതുപോലെ തന്നെ ആ ഒരു ശക്തി, പരിശുദ്ധ ശക്തിയിൽ ഞാൻ കുറച്ചു നേരം ആ ചേച്ചിക്കും ഈ ബൈബിളിന്റെ നമ്മുടെ ഈ രക്തസ്രാവിക്കാരിയായ സ്ത്രീയുടെ കഥയും മിങ്കിൾ ചെയ്തിട്ട് ഒരു പ്രാർത്ഥന അവിടെ നടത്തി. അത് നടത്തിയതിനു ശേഷം സിസ്റ്ററെ കോൺവെന്റിൽ ഞാൻ കൊണ്ടു ചെന്നാക്കി. സിസ്റ്റർ അപ്പൊ ഒന്നും പറഞ്ഞില്ല. കോൺവെന്റിൽ ഇറങ്ങിയപ്പോൾ സിസ്റ്റർ തലയിൽ കൈ വെച്ച് പുറത്ത് കെട്ടിയിട്ട് പറഞ്ഞു, വളരെ ആഴത്തിലും വളരെ വ്യക്തമായിട്ടും അനുഗ്രഹപൂർണമായിരുന്നു ജെറി പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ എന്ന് പറഞ്ഞാൽ. അത് കേട്ടപ്പോ ഈ മിസിയോ ഗ്രൂപ്പിനെ പറ്റിയിട്ട് എനിക്ക് വളരെയേറെ, ഞാൻ ഇതിൽ വന്നത് കാരണം എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയതല്ല. എനിക്കത് പറയാൻ പറ്റൂല. സാധാരണ ഞാൻ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ തപ്പിപ്പോവും,
അല്ലെങ്കിൽ ഞാൻ അതേ സ്കിപ്പായി പോകും. ഞാൻ പറയാണ്ട് മിണ്ടാണ്ട് നിൽക്കും, ബാക്കി 9 പേര് പറയും. പക്ഷെ മിസിയോൽ വന്നത് കാരണമാണ് ആ വചനത്തിൽ ഇത്രമാത്രം ആഴത്തിൽ കടന്നു ചെല്ലാനും അത് ആ ഒരു ചേച്ചിയുടെ രോഗാവസ്ഥയായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും വിശ്വാസത്തിന്റെ. അപ്പൊ അങ്ങനെ പറയാനും സാധിച്ചു. എനിക്ക് വളരെ എന്തോ ഒരു സന്തോഷം തോന്നി. കോൺവെന്റിൽ വെച്ചൊരു സിസ്റ്റർ അവിടെ നിന്നൊന്നും അത് പറഞ്ഞില്ല. അവിടെ എത്തിയപ്പോ ബൈക്കിൽ കൊണ്ട് നിർത്തി ആക്കിയപ്പോഴാണ് പറഞ്ഞത്. വളരെ സന്തോഷം ഒരു സന്ദർഭമായിരുന്നു അത്. അത് കിട്ടിയത് ഈ മിസിയോയിൽ വന്നതാണ്. മിസിയോയിൽ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് അത് ഒരിക്കലും കിട്ടൂല എന്നുള്ള കാര്യം ബോധ്യം എനിക്കുണ്ട്. പിന്നെ ഇവിടുത്തെ കൂട്ടായ്മ എന്ന് പറഞ്ഞാല് വളരെ പവർഫുൾ ആണ്. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ കൂടെ തന്നെ നിൽക്കും. എന്ത് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മളിവിടെ മാത്യു ചേട്ടൻ പറഞ്ഞ പോലെ ഈ നമ്മൾ ചിലപ്പോ നമ്മള് ലീഡർ ആവും, ചില സമയത്ത് ബൈബിൾ വായിക്കുന്ന ആളായിരിക്കും, ചില സമയത്ത് പാട്ട് പാടുന്ന ആള്, ചില സമയത്ത് ഇതിന്റെയൊക്കെ കോർഡിനേറ്റർ ആയിട്ട് നിൽക്കുക. ഒരേ ദിവസം എന്താണ് നമ്മളെ ഭാവങ്ങളാണ് നമുക്ക് കിട്ടുക, ഓരോരോ ക്യാരക്ടർ നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ അത് സാധാരണ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ അങ്ങനെ കാണാറില്ല. ഒരാൾ വന്ന് പറയും, ആള് പറയുന്നത് കേൾക്കുക, അങ്ങനെ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ചിലപ്പം ബൈബിൾ ആയിരിക്കും, അന്ന് പിറ്റേ ദിവസം നമ്മളത് ലീഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മേഖലയിലും പോവുകയും ബൈബിളിനെ പറ്റി കൂടുതൽ ആഴത്ത് പഠിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമുക്ക് മറ്റുള്ളവരേക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. എന്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ യേശുനാഥനെ പറ്റിയിട്ട് പറയുമ്പോൾ ഞാൻ വേഗം ഹീറ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ഫൈറ്റ് ചെയ്യുന്നിടത്തിൽ ജയിക്കാറാണ് പതിവ്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി മറ്റുള്ളവരോടൊക്കെ ഈ സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള കാര്യത്തിലാണ് പറയുക. അപ്പൊ എല്ലാവരും അതിനെ നല്ല തന്നെയായിട്ടാണ് പറയുന്നത്. ഇപ്പൊ മിസിയോയിലെ എല്ലാ ആൾക്കാർക്കും പരിശുദ്ധാത്മാവിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. പിന്നെ ക്ലാസ് അറ്റൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ക്ലാസ് പോലും മിസ്സാവരുത്. എന്തോ ഫസ്റ്റ് ഞാൻ 16-ാം ഗ്രൂപ്പിൽ മെമ്പറായി, പക്ഷെ ഒരു ക്ലാസ് പോലും തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മിസ്സാക്കേണ്ടി വന്നില്ല. എല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ചെയർമാൻ വിചാരിച്ച് 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇടും തടി തപ്പാന്നാണ് വിചാരിച്ചത്. പക്ഷെ തമ്പുരാൻ വിട്ടില്ല, എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു. അപ്പൊ കുടുംബത്തിലൊരു മരണം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പോലും എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അപ്പോ തമ്പുരാൻ നന്ദി പറയുന്നു. 17-ാം ബാച്ചില് ദൈവത്തിന്റെ അനുഗ്രഹം സമൃദ്ധിയായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. വചനം വെപ്പണാണ്, പവർഫുൾ ടൂൾ. ഈശോനാഥൻ ദേവപിതാവിന്റെ വചനം പറയുക മാത്രമല്ല ചെയ്തത്, അവയൊക്കെയും സ്വന്തം ജീവിതത്തില് പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് കടന്നുപോയത്. തന്റെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ ജെറി ചേട്ടന് ഒത്തിരി നന്ദി. കേട്ടിരിക്കുന്ന പുതിയ മിസിയോ കുടുംബാംഗങ്ങൾക്ക് ഒരുപക്ഷെ വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്താണ് മിസിയോ അടിസ്ഥാന സുവിശേഷ പ്രഘോഷണ പരിപാടി എന്നത്. എന്നാലും ഇനിയും കൃത്യമായി നമ്മുടെ മനസ്സിൽ ഇടം നേടാൻ 3 മെന്റേഴ്സിന്റെ അനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ആദ്യമായി കൊല്ലത്ത് നിന്ന് അജി തോമസ്. അജി ചേട്ടാ, ഓവർ ടു യു. ഞാൻ ഒരു മിഷണറി ആയിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അധ്യാപകനാണ്, പാലക്കാട് വർക്ക് ചെയ്യുന്നു. മിസിയോയിലേക്ക് വരുന്നത് ഞാൻ എൻ്റെ മിഷൻ ഒരുക്കത്തിന്റെ കാലത്താണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം അരുണാചലിലേക്ക് മിഷൻ പോകാനായിട്ട്, കുടുംബമായിട്ട് മിഷൻ പോകാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. മിഷന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഫോർമേഷൻ ടീം ഞങ്ങളോട് ആവശ്യപ്പെട്ടു വിശുദ്ധരെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക, അങ്ങനെയൊക്കെ ഓരോ ആഴ്ച ഓരോ അസൈൻമെന്റ് വരിക. ആ കൂട്ടത്തില് വായിക്കുവാനായിട്ട് പുസ്തകങ്ങൾ തിരയുന്നതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ പെട്ട ഒരു പുസ്തകമുണ്ട്. സുജമോൾ ജോസ് എന്ന് പറഞ്ഞ പാലക്കാടുകാരി എഴുതിയ ആലിസൂട്ടിയും അത്ഭുത ലോകവും എന്ന് പറഞ്ഞ ഒരു പുസ്തകം. പുസ്തകത്തിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ ആലീസ് അമ്മച്ചി അല്ലെങ്കിൽ ആലിസ് ചേച്ചി എന്നൊക്കെ നമ്മളെല്ലാം സ്നേഹത്തോട് വിളിക്കുന്ന ആലിസ് ചേച്ചി എടുത്ത ചില ചോദ്യങ്ങളും ചേച്ചിയുടെ മറുപടികളും അടങ്ങുന്ന 1-ാം ഭാഗവും. 2-ാം ഭാഗത്തില് ചേച്ചി പറയുന്ന ചില അനുഭവങ്ങളും ഒക്കെയാണ്. ഞാൻ വളരെ തീക്ഷ്ണതയോടെ മിഷനെ കുറിച്ച് എന്തെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള താല്പര്യത്തോടെ ഞാൻ പെട്ടെന്ന് എടുത്ത് വായിച്ചു തുടങ്ങിയ പുസ്തകത്തില് ചോദ്യം ഗ്രന്ഥകർത്താവ് ചോദിക്കുന്നത്, എന്താ ചേച്ചിയെ സംബന്ധിച്ചുള്ള മിഷൻ? ചേച്ചി പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഇപ്പോൾ ഞാൻ അറിയുന്നു ഞാനൊരു മിഷണറിയാണ്. ഞാൻ വളരെ താല്പര്യത്തോടെ വായിക്കുമ്പോൾ 1976 കോഴിക്കോട് നിന്ന് ലഭിച്ചറിഞ്ഞു നവീകരണ അനുഭവത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വിശദമായി പറയുക. ചേച്ചിക്ക് ലഭിച്ച നവീകരണ അനുഭവം ഈ റിട്ടയർമെന്റ് കാലത്തിലും
വളരെ അതേ തീഷ്ണതയോടെ കൊണ്ടു നടക്കുന്നത്. ഞാൻ ആ രഹസ്യം തേടി പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ ചേച്ചി പറയുന്ന ഒരു വാക്യമുണ്ട്, ഈ ലോകത്ത് നമുക്ക് ഒരേ ഒരു ദൗത്യമുണ്ട്, അത് സുവിശേഷവൽക്കരണമാണ്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്തുകൊള്ളും. മത്തായിയുടെ സുവിശേഷം 6:33 ഉദ്ധരിച്ചുകൊണ്ട് ചേച്ചി പറയുമ്പോൾ തുടർന്ന് അവിടെ ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു വചനമുണ്ട്, 2 തിമോത്തി 2:2. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. തുടർന്ന് ആദ്യമായി അവസാനിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, നിങ്ങൾ വളരുന്നതോടൊപ്പം മറ്റുള്ളവരെ കൂടി വളർത്തുക, അവർക്ക് പരിശീലനം നൽകുക, അവരെ ലോക സുവിശേഷത്തിനായി പങ്കുചേർക്കുക. വളരെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല നല്ല എന്തായാലും ഉറപ്പിച്ച ഒരു കാര്യം, എനിക്ക് ഇത്ര വലിയ കാര്യത്തെ കുറിച്ച് പറയുന്ന സംസാരിക്കണം. ഞാൻ വലിയ താല്പര്യത്തോട് ചേച്ചി ഫോണിലൂടെ സംസാരിക്കുക, ഞാൻ ഈ മിഷന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുക, അത് ചേച്ചിയെ പരിചയപ്പെടുത്തുക. ഇങ്ങനെ മിഷന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങൾ, അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്, മിസ്സിയോ എന്നാണ് പറയുക. സമയമുണ്ടെങ്കിൽ അതിൽ കയറണം, കുടുംബമായിട്ട് കയറണം. ഇവിടെ കറുകുറ്റിയിൽ ഓഫ്ലൈൻ നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നത്തെ തിരക്കുകൾക്ക് ശേഷം ഞാൻ സമയം കണ്ടെത്തി ഒരു പ്രാവശ്യം കോഴ്സ് അറ്റൻഡ് ചെയ്തു. കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ആ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ ഒരുക്കുകയാണ്, നമ്മളെ ആ ഒരു ഫെലോഷിപ്പിലേക്ക് വളർത്തുകയാണ്, മെന്റർഷിപ്പ് ചെയ്യാനൊക്കെ കിട്ടിയ. ഞാൻ പല സിമ്പിളായിട്ട് ഞാൻ ആ ഡ്യൂട്ടി ഏറ്റെടുക്കുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം, എന്താ അവിടെ ചെയ്യുക മെന്റർ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ വീണ്ടും ആലിസുട്ടി ചേച്ചി പറഞ്ഞ ചില വാക്കുകൾ പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് വരുന്നത്, അവിടുന്ന് നട്ടെടുത്ത് ഞാൻ പുഷ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ ഒട്ടും സംശയമില്ലാതെ യേശു പറഞ്ഞു, ഞാൻ തയ്യാറാണ്, മെന്റർ ആകാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു. ആ യെസ് പറഞ്ഞുകൊണ്ട് ഞാൻ മെന്റർ ആകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. സത്യത്തിൽ പറഞ്ഞ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ബാച്ചിന് മെന്റർ ആകുന്ന സമയത്ത് എനിക്ക് മിസ്സിയോ എന്താണ് ആഗ്രഹിക്കുന്നത്, മിസ്സിയോയിലൂടെ ആഗ്രഹിക്കുന്നത് മിഷണറിമാരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ബാച്ചിൽ കേരള ജിസ്യൂത്തിന്റെ ഫാമിലി സ്ട്രീം നമുക്ക് ഇക്കൊല്ലം വെക്കേഷനിൽ ഫാമിലി മിഷൻ എന്ന പേരിൽ നോർത്തിലേക്ക് കുറെ ആൾക്കാരെ വിടുന്നുണ്ടായിരുന്നു. അതിനുവേണ്ട പരിശീലനം കൊടുക്കുന്ന ബാച്ചിന് നേതൃത്വം കൊടുക്കുവാനും കൂടെ നിൽക്കുവാനും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉള്ളിലുള്ളത് കൊണ്ട് ധൈര്യത്തെ ചേച്ചി പറയുന്ന നിലവാക്കുണ്ട്, നട്ടെടുത്ത് പുഷ്പിക്കുക. എവിടെയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കുക, ശരിക്കും സന്തോഷത്തോടെ ചെയ്യുവാനായിട്ടും ഒക്കെ നമ്മളെ ഈ സമയം എനിക്ക് സാധിച്ചു എന്നുള്ളത് ഒത്തിരി സന്തോഷത്തോടെ പറയുകയാണ്. ഇതിൽ ചേരുന്നവർക്ക് ഒട്ടും നഷ്ടമല്ല. നമ്മള് ഒരു കാറ്റഗറി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് കുറച്ചുകൂടി തീഷ്ണതയോടും തീവ്രതയോടും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുവാനൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഇത് ജോയിൻ ചെയ്യുക. അതിലേറെ സന്തോഷത്തോടെ നമുക്ക് ക്രിസ്തുവിന്റെ നിഴൽ വീണ, ഞാൻ വായിച്ച പുസ്തകം ആലിസൂട്ടി അത്ഭുത ലോകം എന്ന് പറഞ്ഞ് എന്നോട് വായിക്കാൻ പറഞ്ഞത് ഒരു വിശുദ്ധനെ അല്ലെ വിശുദ്ധയുടെ ജീവിതചരിത്രം വായിക്കാനാണ് പറഞ്ഞത്. ഞാൻ വായിച്ചത് ചേച്ചി അടുത്തറിഞ്ഞ 30ഓളം പേര് പറയുന്ന സാക്ഷ്യങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകം. ഞാൻ മനസ്സിലാക്കുന്നത് ജീവിക്കുന്ന ഒരു വിശുദ്ധയാണെന്ന് കൂടിയാണ്. എനിക്ക് ചേച്ചി ഒത്തിരി സ്നേഹമുണ്ട്. മിസ്സിയോ എന്നത് ചേച്ചിയുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു എന്റെ നിഴൽ വീണതിന്റെ ഉത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും ഇതിൽ പങ്കുചേരുക. നിങ്ങളുടെ ജീവിതത്തിലും കുറെ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. കുറച്ച് സമയം പഠിക്കുവാനായിട്ടും ഇങ്ങനെയുള്ള നമുക്ക് അനുയാത്ര ചെയ്യാനായിട്ട് വിശുദ്ധരേക്ക് നൽകുകയാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ കൂടെ ആയിരിക്കുക, വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരുടെ കൂടെ ആയിരിക്കുക. താങ്ക് യു. 5-ാം സുവിശേഷം നാം തന്നെ ആകണമെന്ന് ആലീസുകുട്ടി ആന്റിയുടെ വാക്കുകൾ അടിവരയിട്ടുകൊണ്ട് ആലീസുകുട്ടിയും അത്ഭുത ലോകവും ആസ്പദമാക്കി മിസോയെ സ്നേഹിക്കുവാനും സുവിശേഷ പ്രഘോഷണം ഏറ്റെടുക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് പ്രാപ്തരാക്കിയ അജിചേട്ടന് നന്ദി. അടുത്തതായി മുതലക്കോട് നിന്ന് പൗലോസ് എം.ഐ. പൗലോസ് ചേട്ടനെ ക്ഷണിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. അജി തോമസ് പറഞ്ഞു വെച്ച വചനം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. 2 തിമോത്തി 2:2. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. ഇങ്ങനെ ദൈവത്തിന്റെ വിശ്വസ്തരാകാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോയുടെ നാമത്തില് സ്നേഹവന്ദനം. സ്നേഹമുള്ളവരെ, മിസ്യോയിൽ വരുന്നതിന് മുമ്പ് എൻ്റെ ആത്മജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസം ദിവ്യബലിയിൽ പങ്കെടുക്കും. പക്ഷെ സത്യത്തില് ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോഴും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ
ചെറിയ പ്രായം മുതൽ കേട്ട് വന്ന നമ്മുടെ വിശ്വാസ സത്യങ്ങളെല്ലാം മനസ്സിലെവിടെയോ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ മിസ്യോയിൽ നമ്മൾ പങ്കെടുത്തപ്പോഴാണ് ഈ വിശ്വാസ സത്യങ്ങളെല്ലാം നിത്യസത്യങ്ങളായിട്ട് നമ്മളുടെ മനസ്സിൽ അതൊന്നുകൂടി ഉണർത്തുകയും അതുപോലെ നമ്മളുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഈ മിസ്യോ കോഴ്സിന്റെ ഏറ്റവും വലിയ നേട്ടം. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൽ എവിടെയോ നടന്ന ഒരു കുരിശുമരണം, ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ആ കുരിശുമരണം നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് മിസ്യോ കോഴ്സിൽ പങ്കെടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ ഈ കോഴ്സിൽ പങ്കെടുക്കുക വഴി നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉണർത്താൻ ഇത് വളരെ സഹായകമാണ്. ഇതിനകത്ത് മെന്റർഷിപ്പ് കൊണ്ട് എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സബ് ഗ്രൂപ്പ് അവരെ ആത്മീയമായിട്ട് ഉണർത്താനും വളർത്താനും നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് മെന്റർഷിപ്പ്. കാരണം ദിവസേനയുള്ള ദൈവവചന പഠനവും വിചിന്തനവും നമ്മുടെ സബ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് പങ്കുവെക്കുന്നത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന വഴി നമ്മളെ തന്നെ ആത്മീയമായിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളെ ആത്മീയ ജീവിതത്തിൽ 2 മാനങ്ങളുണ്ടല്ലോ, ഒന്നൊരു വെർട്ടിക്കൽ ഡയമെൻഷനും ഒരു ഹൊറിസോണ്ടൽ ഡയമെൻഷനും. അതായത് ദൈവത്തിലേക്ക് നമ്മൾ വളരണം, നമ്മുടെ സഹോദരങ്ങളിലേക്ക് നമ്മൾ വളരണം. നമ്മൾ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ കേൾക്കുന്ന ദൈവവചന വായനയും അതുപോലെ നമ്മളുടെ ഈ മിസ്യോ കൂട്ടായ്മയിലെ ഈ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ നടക്കുന്ന വചന വായനയും വിചിന്തനവും എല്ലാം കേൾക്കുക വഴി നമ്മളെ ശരിക്കും ആ ആത്മീയ ജീവിതത്തെ വളർത്തിക്കൊണ്ട് നമ്മൾ ദൈവത്തിലേക്കും അതുപോലെ മനുഷ്യരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടായ്മയിലേക്കും വളർത്തുക എന്നുള്ളതാണ് മിസ്യോ ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന വഴി നമുക്ക് ഈ ഇതിനെപ്പറ്റി കൂടുതൽ, ഇത് വെറും പ്രാഥമികമായിട്ടുള്ള ഒരു പഠന പരിപാടിയാണ്. പക്ഷെ നമ്മളിലെ മിഷണറിയെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ഫുൾ കോഴ്സ് ഫിസിക്കൽ കോഴ്സ് നടക്കുന്നുണ്ട്. നമ്മൾ ആ ഫിസിക്കൽ കോഴ്സിൽ കൂടി പങ്കെടുക്കുമ്പോഴേ നമുക്ക് ഈ മിസ്യോ കോഴ്സിന്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ ജോലിയുടെ തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രത്യേകത കൊണ്ടോ ഒക്കെ ദിവ്യബലിയിൽ പങ്കെടുക്കുക എന്നുള്ള ഒരു ആത്മീയ അഭ്യാസം മാത്രം, ബാക്കി മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ നമ്മളുടെ കാര്യങ്ങളുമായിട്ട് ഒതുങ്ങി കഴിയുന്ന ഒരു പ്രകൃതമായിരുന്നു. പക്ഷെ മിസ്യോയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഓപ്പൺ അപ്പ് ആകുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വി കനോട്ട് പ്രീച്ച് വാട്ട് വി കനോട്ട് പ്രാക്ടീസ്. അതായത് നമ്മൾ തന്നെ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അല്പമെങ്കിലും ബോധ്യപ്പെടാതെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും അത് മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റില്ല. ചുരുക്കത്തിൽ ഈ കോഴ്സിൽ പങ്കെടുക്കുകയും ഈ മെന്റർ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് വഴി എനിക്ക് സംഭവിച്ച മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് വളരെ ഈ പരിവരുത്ത പ്രതലങ്ങളുള്ള ഒരു പാറക്കല്ല് അരുവിയിലൂടെ ഒഴുകി സമതലത്തിലെത്തുമ്പം വളരെ മിനുസമുള്ള പാറക്കല്ലാകുന്നത് പോലെ നമ്മളിലുള്ള ഈ പരുക്കൻ സ്വഭാവങ്ങൾ നമ്മൾ ഈ വചന വായനയിലൂടെയും വചന വിചിന്തനത്തിലൂടെയൊക്കെ ദൈവവചനമാകുന്ന അരുവിയിലൂടെ ഇങ്ങനെ ഒഴുകി നമ്മൾ കുറേയേറെ മിനുസപ്പെടും. അങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ ആ കൂട്ടായ്മയിലേക്ക് വളരാനും മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു സ്നേഹാനുഭവം പങ്കുവയ്ക്കാനും ഈ ഭൂമിയിൽ ഒരു ദൈവരാജ്യ അനുഭവം നമുക്ക് മനസ്സിൽ അനുഭവിക്കാനും പറ്റും എന്നുള്ളതാണ് ഈ മിസ്യോയിൽ പങ്കെടുക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ മിസ്യോയിൽ പങ്കെടുത്തത് കൊണ്ടും ഈ മിസ്യോയുടെ മെന്റർഷിപ്പിലേക്ക് വന്നതുകൊണ്ടും എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഈ തിമോത്തി ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലെ 15-ാം വചനം നമുക്ക് പ്രാർത്ഥനയാക്കി നമുക്ക് മാറ്റാം. സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിന് മുൻപിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാനായിട്ട് ഉത്സാഹത്തോടെ നമുക്ക് പ്രവർത്തിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം വചനം ജീവിക്കുകയായിരുന്നു. കാൽവരി കുന്നിലെ അവസാന വാക്കുകൾ എല്ലാം പൂർത്തിയായി. നമ്മുടെ ജീവിതത്തിലേക്കും നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. നാം എവിടാണെന്ന്. നമ്മിലെ ഓരോരുത്തർക്കും ഓരോ പദ്ധതിയുണ്ട്. സുവിശേഷമേകുവാൻ, സുവിശേഷത്തിൽ ജീവിക്കുവാൻ. തന്റെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയ പൗലോസ് ചേട്ടന് ഒത്തിരി നന്ദി. അടുത്തതായി എറണാകുളത്ത് നിന്ന് ജിഷ റോസ്. ജിഷ ചേച്ചിയുടെ വാക്കുകളിലേക്ക്. പ്രിയമുള്ളവരെ, 2024 ഏപ്രിലിൽ വലിയ നോമ്പിന്റെ സമയത്ത് ആലുവ കാർമൽഗിരി സെയിന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയില് സങ്കീർത്തന സബര്യ എന്ന് പറഞ്ഞ ഒരു ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുക്കവെയാണ് അതേ ധ്യാനത്തിനായി അവിടെ ഉണ്ടായിരുന്ന ആലീസ് കുട്ടി ആന്റിയിൽ നിന്നും ടോമിച്ചായനിൽ നിന്നും
ഓൺലൈനായി നടത്തുന്ന മിസിയോ പ്രിലിംസ് കോഴ്സിനെ പറ്റിയും ഓഫ്ലൈനായി അങ്കമാലിയിലെ കറൂറ്റിയിൽ മിസിയോ ഭവനിൽ നടത്തുന്ന കെറിഗ്മ കോഴ്സിനെ പറ്റി ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ആ ധ്യാനമൊക്കെ കഴിഞ്ഞ് ജൂണിൽ ആരംഭിച്ച 14ാമത്തെ പ്രിലിംസ് കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുമ്പോൾ ഈശോയുടെ ഹൃത്തടത്തിലേക്ക് അവിടുന്ന് എന്നെയും ചേർത്ത് വെക്കുകയാണ് എന്ന ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നതേ ഇല്ല. എന്നാൽ എല്ലാ ശനിയാഴ്ചയും മെയിൻ ഗ്രൂപ്പിലെ ഓരോ സെഷൻ കഴിയുമ്പോഴും എല്ലാ ദിനവും സബ് ഗ്രൂപ്പിൽ ഓരോ വചന വിചിന്തനം നടത്തുമ്പോഴും ആ സ്നേഹത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഊളിയിടുന്ന ഒരു പ്രതീതി എനിക്ക് അനുഭവപ്പെട്ടു. പിന്നീട് എറണാകുളം അങ്കമാലി കറുകുറ്റിയിലെ മിസിയോ ഭവനിൽ ഒക്ടോബർ മാസത്തിൽ ഞാൻ കെറിഗ്മ കോഴ്സിൽ പങ്കെടുക്കുന്നു. ആ കോഴ്സിലൂടെ ഏതൊക്കെയോ സംശയങ്ങളുടെ മുൾവേലിയിൽ ഉടക്കിക്കിടന്നിരുന്ന പൊട്ടിയായ ഈ ആട്ടിൻകുട്ടിയെയും യേശുനാഥൻ പൊക്കിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അതിനെ തുടർന്ന് 15-16 ബാച്ചുകളില് മെന്റർഷിപ്പിലേക്ക് ഞാൻ കടന്നു. അതൊരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പോളിഷിംഗ് പീരീഡ് ആയിരുന്നു. സ്വയം രാഗി മിനുക്കുവാനും ആവശ്യമില്ലാത്തതൊക്കെ ചെത്തിക്കളഞ്ഞ് മിന്നിത്തിളങ്ങുന്ന ഒരു വൈഡൂര്യമാകുവാനും അവിടുന്ന് എനിക്കിട നൽകി. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വെറും ഒരു കരിക്കട്ട മാത്രമായിരുന്ന എന്നെ മിസിയോയിൽ ആളിക്കത്തുന്ന പ്രേഷിത പ്രവർത്തനത്തിന്റെ അഗ്നിജ്വാലയിൽ തീ പിടിപ്പിച്ച് തിളങ്ങുന്ന ഒരു തീക്കനലായി മാറുവാൻ തമ്പുരാൻ കൃപയായി. ആ കനൽക്കട്ടയുടെ ചെറുചൂടിനാൽ ചുറ്റുമുള്ളതിനെയും ചൂടുപിടിപ്പിക്കുവാൻ അവിടുന്ന് ഇടയാക്കി. ഇപ്പോഴും ആ കൃപയിൽ തുടരുന്നതില് ഞാൻ കൃതജ്ഞതയുള്ളവളാണ്. ഈ 17ാമത്തെ ബാച്ചിൽ 9ാമത്തെ സബ് ഗ്രൂപ്പിന്റെ മെന്ററായി ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. ഫിലിപ്പിയർക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ലേഖനത്തിൽ നാം വായിച്ചു കേൾക്കാറുള്ളത് പോലെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. തുടർന്ന് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ എന്റെ പ്രാർത്ഥനയായി ഞാൻ മാറ്റുകയാണ്. അപ്പോസ്തലൻ എഴുതുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അടുത്തേക്കുള്ള എന്റെ തിരിച്ചുവരവ് യേശു ക്രിസ്തുവിൽ ഞാൻ മൂലമുള്ള നിങ്ങളുടെ അഭിമാനത്തെ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും പുതിയ ബാച്ചിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതവും എല്ലാവിധ ആശംസകളും. താങ്ക് യു. വെറും കരിക്കട്ടയാകുന്ന നമ്മെ കത്തിജ്വലിക്കുന്ന ദീപങ്ങളായി മാറുവാൻ നമുക്ക് കഴിയട്ടെ. നല്ലൊരു മെസ്സേജ് നമുക്കായി തന്ന ജിഷ ചേച്ചിക്ക് നന്ദി. അടുത്തതായി മിസിയോ ടീമിനെ പറ്റി ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി AJ അഗസ്റ്റിൻ അങ്കിളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മള് ഈ കഴിഞ്ഞ ഏതാണ്ട് 1.25 മണിക്കൂറായിട്ട് മിസിയോയെ പറ്റി ഒത്തിരി കേട്ടു. ചിലപ്പോഴൊരു സംശയം തോന്നും, ഈ പ്രോഗ്രാം കൂടി കഴിയുമ്പോൾ എൻ്റെ അവസ്ഥയും ഇങ്ങനെ ആകുമോ എന്ന്. നമുക്ക് ഉറപ്പിക്കാം, നിങ്ങളിലും പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അതിന് നിങ്ങളെ സഹായിക്കുന്നത് മിസിയോ എക്ലേസിയെ ടീമാണ്. ഒരു സംശയം തോന്നും, എന്താണ് ഈ മിസിയോ എക്ലേസിയെ? അതിൻ്റെ മലയാളം തർജ്ജമ താഴെ എഴുതിയിട്ടുണ്ട്. സഭയുടെ ദൗത്യം എന്നുള്ളതാണ്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് നാം കേട്ട സാക്ഷ്യങ്ങളിൽ പറഞ്ഞതുപോലെ സഭയുടെ ആശീർവാദത്തോടു കൂടിയാണ്. സഭാ പഠനങ്ങളിൽ അധിഷ്ഠിതമായിട്ട്, വചനത്തിൽ അധിഷ്ഠിതമായിട്ട് നാം ഇവിടെ ഈ 10 ആഴ്ചത്തെ ഈ പ്രിലിമിനറി കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ടുള്ളത് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. സഭയുടേതായിട്ടുള്ള ആശീർവാദം നമുക്ക് എന്നും എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. തട്ടിൽ പിതാവ് ശംഷാബാദ് രൂപതയുടെ മെത്രാനായിരിക്കുന്ന സമയത്തും നമുക്ക് ഈ വലിയ ഭാഗ്യമുണ്ടായിരുന്നു. ഇന്ന് നമ്മളെ തുടക്കത്തിൽ തന്നെ തൻ്റെ തിരക്കുകളുടെ ഇടയിൽ വന്ന് നമുക്ക് ആശീർവാദം തന്നു പോയ മാർ ജോയ് ആലപ്പാട്ട് പിതാവാണ് ഈ ടീമിൻ്റെ രക്ഷാധികാരി. നമുക്ക്
ആനിമേറ്ററായിട്ട് പ്രകാശം തരുന്നത്, ചൈതന്യം പകർത്തി തരുന്നത്, വളരെ അറിയപ്പെടുന്ന ഒരു ഫിലോസഫറായിട്ടും സെമിനാരികളില് നമ്മുടെ ബ്രദേഴ്സിനെ പഠിപ്പിക്കുന്ന ആളുമായിട്ടുള്ള റവറൻ ഡോക്ടർ അഗസ്റ്റിൻ മുണ്ടിയത്തച്ഛനാണ്. കൂടാതെ നമുക്ക് ലാറ്റിൻ സഭയിലെ അറിയപ്പെടുന്ന ഒരു വാഗ്മിയും കമ്മീഷൻ ഫോർ കാറ്റഗറ്റിക്സിന്റെ സെക്രട്ടറിയുമായിട്ടുള്ള മാത്യു പുതിയാത്തച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. മലങ്കര സഭയിലെ സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ഫാദർ ജുബി പീറ്റർ നമ്മുടെ കൂടെയുണ്ട്. അത് കൂടാതെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പറ്റം അച്ഛന്മാര് നമ്മുടെ കൂടെയുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മുടെ ഈ കോഴ്സ് മുഴുവനായിട്ട് പങ്കെടുത്തവരാണ്. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് അവരുടെ ആരുടെയും പേരുകൾ വായിക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ കാണാം. അത് കൂടാതെ നാളെ തന്നെ ആർക്കെങ്കിലും ഈ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് യൂട്യൂബില് അവൈലബിൾ ആണ്. ഇവരെയൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. നോക്കുക, ഈ മിസിയോ ടീമില് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നത് ഇത്രയും ഒരു വലിയ നിര ഓഫ് അച്ഛന്മാരാണ്. അതിനൊക്കെ അപ്പുറത്ത് ഞങ്ങൾ ചേച്ചിയെന്നും അമ്മച്ചിയെന്നും ആന്റിയെന്നും ഒക്കെ വിളിക്കുന്ന പ്രൊഫസർ CC ആലീസ് കുട്ടിയാണ് ഇതിന്റെ ലീഡർ. നമുക്കറിയാം, കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ആദ്യകാല പ്രവർത്തകയാണ്. ജീസസ് യൂത്ത് മുതലായ 6ഓളം മിനിസ്ട്രികള് നമ്മുടെ ഈ സഭയിൽ വരുവാനായിട്ട് രൂപീകരണത്തില് അതിന്റെ മുൻനിരയിൽ നിന്ന ആളാണ്. നന്നായി സംസാരിക്കുന്ന, നന്നായി പറയുന്നതിനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, നല്ലൊരു എഴുത്തുകാരി. ചേച്ചിയെ പറ്റി എഴുതിയ പുസ്തകത്തെ നിങ്ങൾ പരിചയപ്പെട്ടു, ആലീസ് കുട്ടിയും അത്ഭുത ലോകവും എന്നും പറഞ്ഞ്. അതുപോലെ തന്നെ ചേച്ചി എഴുതിയ അഷ്ടസൗഭാഗ്യങ്ങളെ പറ്റിയുള്ള പുസ്തകമൊക്കെ പല ആവർത്തി ഇപ്പോൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു നല്ല എഴുത്തുകാരിയും കൂടെയാണ്. നമുക്കറിയാം, ബി ജീസസ്, ലിവ് ജീസസ്, പ്രൊക്ലെയിം ജീസസ്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വം നമ്മളെ നയിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. മിസിയോ ഫാമിലി എന്ന് പറയുന്നത് കേവലം കേരളത്തിലോ ഇന്ത്യയിലോ ഒതുങ്ങുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ സെൻട്രൽ US-ലും കാലിഫോർണിയയിലും യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ന്യൂസിലാൻഡിലും കാലിഫോർണിയയിലും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ പരന്ന് ഈ ലോകം മുഴുവനും സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമിലാണ്. മിസിയോ ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 60-ലധികം ആളുകളുണ്ട്. ഞാൻ ആരുടെയും പേര് വായിക്കുന്നില്ല, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇവരൊക്കെ ഈ വരുന്ന ദിവസങ്ങളില് നിങ്ങളെ വ്യക്തിപരമായിട്ട് സ്വാധീനിക്കുമെന്ന് തന്നെ ഞാൻ പറയുകയാണ്. കാരണം അവരുടേതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങള് അവരേറ്റെടുത്തിട്ടുണ്ട്. ഈ ടീം മെമ്പേഴ്സ് തന്നെ ആയിരിക്കും നിങ്ങളോട് വചനം പങ്കുവയ്ക്കുന്നതും പ്രഘോഷിക്കുന്നതും സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നിത്യസത്യങ്ങളിലൂടെ നിങ്ങളെ കടത്തിക്കൊണ്ടു പോകുന്നതും അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ വഴി നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതും. അതുപോലെ ഇനി നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന സബ് ഗ്രൂപ്പ്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ് ഗ്രൂപ്പുകള് ക്ലീറ്റസും ടീമും ഇപ്പോൾ തന്നെ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പ്രചോദിപ്പിക്കാൻ പോകുന്നത് ഈ പറയുന്ന മിസിയോ ടീമിലെ ആളുകളാണ്. ഇതിന് തൊട്ട് പുറകെ വരുന്നത് മെന്റേഴ്സിനെ പറ്റിയാണ്. മെന്റേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നല്ലൊരു അടിസ്ഥാനം ഇട്ടാൽ ഒരു കെട്ടിടത്തിന് ഭംഗിയും അതിന് നമുക്ക് നല്ല ശക്തമായ തൂണുകൾ വേണം. നമുക്ക് കയറി ഇറങ്ങി പോകാനും വായു സഞ്ചാരത്തിനായിട്ട് നല്ല വാതിലുകളും ജനലുകളും വേണം. അങ്ങനെ വാതിലുകളായും ജനലുകളായും ശക്തമായ തൂണുകളായിട്ടും ഇന്ത്യയിലും വിദേശത്തും പ്രവർത്തിക്കുന്ന സഹോദരങ്ങളെയാണ് നിങ്ങളെ കാണുന്നത്. ഇവരെല്ലാം ഈ ദിവസങ്ങളില് നിങ്ങളെ സ്വാധീനിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സബ് ഗ്രൂപ്പിലെ ലീഡേഴ്സ് ആയിട്ട് ഇവരെ കാണും. മെന്റേഴ്സ് ആയിട്ട്, ഇപ്പോൾ കാണുന്നവരൊക്കെ മെന്റേഴ്സ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നവരായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയായിരുന്നാലും അവിടുത്തെ ആ ടൈം സോണിൽ തന്നെ സബ് ഗ്രൂപ്പ് മീറ്റിങ്ങുകളും വേർഡ് ഓഫ് ദ ഡേയും ഒക്കെ നിങ്ങൾക്ക് തരുന്നത് ഇവർ വഴിയായിരിക്കും. നോക്കുക, ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ മിസിയോ ഫാമിലി ഇങ്ങനെ ലോകം മുഴുവനും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളില് നമുക്ക് തന്നിരിക്കുന്ന ആ മഹാകൽപ്പനയുണ്ടല്ലോ,
നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കണം, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യം നമുക്ക് പ്രാവർത്തികമാക്കുവാൻ മിശിഹ നമ്മളെ സഹായിക്കട്ടെ. ഇത് കൂടാതെ 1-2 കാര്യങ്ങൾ കൂടെ ഈ സമയത്ത് നിങ്ങളെ ഒന്ന് പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു പോവാണ്. മിശിഹയ്ക്ക് ഒരു മീഡിയ സെല്ലുണ്ട്. അവിടെ നിന്ന് എല്ലാ മാസവും നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും മിശിഹ വൈബ്സ് ഇറക്കുന്നുണ്ട്. അതിലും സഹകരിക്കുന്ന ആളുകളെല്ലാം ഇപ്പോൾ നിങ്ങൾ കണ്ട ആ മിശിഹയുടെ മെന്റേഴ്സ് ആയിട്ടോ മിശിഹ ടീം മെമ്പേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന നാളെ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകരോ വിദ്യാർത്ഥികളോ ശ്രോതാക്കളോ പറയുന്നവനോ അങ്ങനെയുള്ളൊരു വ്യത്യാസമില്ല. നമ്മളെല്ലാവരും കൂടെയാണ് ഈ സുവിശേഷ പ്രഘോഷണം നടത്താൻ പോകുന്നത്. മിശിഹയുടെ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഞാൻ പറയും മിശിഹയുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. നമുക്കറിയാം പ്രാർത്ഥനയാണ് ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നതുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വരുവാനായിട്ട് അവരെ ഒരുക്കിയ ആ ദിവസങ്ങളിലെ മാതാവിന്റെ കൂടെ ഇരുന്നവർ പ്രാർത്ഥിച്ചപ്പോഴേ പരിശുദ്ധാത്മാവ് വരികയും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ശക്തി പ്രാപിച്ചുവെന്ന് വചനത്തിൽ നാം വായിക്കുകയും നാം അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മിശിഹയുടെ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ദിവസവും നിങ്ങളെ ഓരോരുത്തരെയും ഇന്നു മുതൽ ഇതുവരെ കടന്നുപോയവരെയും ഇനിയും വരാനിരിക്കുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നോക്കുക, മിശിഹയുടെ വേറൊരു ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് തരുന്നത് മിശിഹ സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പാണ്. ലോകമെങ്ങുമുള്ള മിശിഹയിലെ കോഴ്സിലൂടെ കടന്നുപോയ നമ്മുടെ തന്നെ ആത്മായ സഹോദരങ്ങള് മിശിഹയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാനായിട്ട് അവരുടെ ദശാംശത്തിലെ ഒരു അംശം തന്നും അല്ലാതെയും പ്രാർത്ഥന വഴിയും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇതിനകത്ത് അച്ഛന്മാരുടെ ഒരു വലിയ നിരയുണ്ടെങ്കിലും അവരാരും ആയിരിക്കില്ല നമ്മളോട് സുവിശേഷം നാളെ പ്രസംഗിക്കുവാൻ പോകുന്നത്. അവർ നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരാനായിട്ടുണ്ടാവും. ഈ പറയുന്ന തരത്തിലല്ലാതെ ബാക്കിയെല്ലാം ചെയ്യുന്നത് നമ്മൾ ആത്മാവിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ആത്മായ മുന്നേറ്റമായിട്ടാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. ഇന്നേ വരെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയതും 17-ാമത്തെ ബാച്ചിൽ നിങ്ങളെ ഓരോരുത്തരെയും അതിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു. നമ്മുടെ പ്രസൻസ് ഫേസ്ബുക്കിലുണ്ട്, യൂട്യൂബിലുണ്ട്, വാട്സാപ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ന്യൂ ജെന്നിന് വേണ്ടിയിട്ടും എല്ലാം തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ 17-ാമത്തെ ബാച്ചിലേക്ക് നമുക്ക് ഒരുമിച്ചുള്ള 10 ആഴ്ചത്തെ യാത്രയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആമീൻ. താങ്ക് യു അഗസ്റ്റിൻ അങ്കിളെ. മിസ്സിഹ ടീമിനെ പറ്റി ബ്രീഫായിട്ട് പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മുടെ മിസ്സിയോ പ്രിലിംസ് ന്യൂ ബാച്ച് ഉദ്ഘാടന മീറ്റിംഗ് ആണല്ലോ. സ്വാഭാവികമായിട്ടും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും. എന്താണ് കോഴ്സ്? 7 നിത്യസത്യങ്ങൾ എന്താണ്? ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ട് അല്ലെങ്കിൽ ഈ ചോദ്യത്തിനെല്ലാം കുറിച്ച് ഉത്തരം പറഞ്ഞു തരാനായിട്ട് ടോമിച്ചൻ പുല്ലുങ്കാവുകൾ ടോമിച്ചൻ അങ്കിളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ യേശുവിനെ അറിയുക, അനുഭവിക്കുക, ജീവിക്കുക, പ്രഘോഷിക്കുക. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. ഇതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിനുവേണ്ടി നമ്മളെ തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പരിശ്രമത്തിന്റെ ലക്ഷ്യം എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. മിസ്സിയുടെ ഈ ട്രെയിനിങ്ങിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സഭാത്മക പഠനമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, CCC, ബൈബിള്, അതുപോലെ ചാക്രിക ലേഖനങ്ങള്, അപ്പസ്തോലിക ആഹ്വാനങ്ങള്, അങ്ങനെ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ആധികാരിക പഠനമാണ് ഈ മിസ്സിയോ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നത്. അതിന്റെ ഒരു ചൂണ്ടുപലക മാത്രമാണ് ഈ മിസ്സിയോ പ്രിലിംസ് എന്ന് പറയുന്നത്. ഇത് പ്രാഥമികമായിട്ടുള്ള, അതായത് ഫുൾ കോഴ്സിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുന്ന ഒരു പ്രാഥമിക കോഴ്സാണ്, പ്രിലിംസ് കോഴ്സാണ്. അപ്പൊ അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലുണ്ട്. ആ അഭിഷേകത്തിന്റെ ശക്തിയാലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകാം. ഞാൻ നിങ്ങളെ ഒരു വാക്ക് പരിചയപ്പെടുത്തുകയാണ്. കെറിഗ്മ എന്ന് പറഞ്ഞാൽ അത് കെറിഗ്മ എന്നൊരു ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം പ്രഘോഷിക്കുക, വിളംബരം ചെയ്യുക, വിളിച്ചു പറയുക എന്നൊക്കെയാണ്. അപ്പൊ ആ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ കോഴ്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പെപ്പെ പ്രാദോ എന്ന് വിളിക്കപ്പെടുന്ന ജോസ് പ്രാദോ ഫ്ലോറസ് എന്ന അൽമായ സഹോദരനും ഫാദർ എമിലിയാനോ താഡിം, അദ്ദേഹം ഒരു കനേഡിയൻ സിറ്റിസൺ ആയിരുന്നു, പക്ഷെ മെക്സിക്കോയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം. അങ്ങനെ മെക്സിക്കൻ ആയിട്ടുള്ള ഈ ജോസ് പ്രാദോ ഫ്ലോറസുമായി ചേർന്ന് ഇവർ രണ്ടുപേരും കൂടെ
ഒരുക്കിയ ഒരു കോഴ്സാണ് ഇത്, ഈ കെറിഗ്മ കോഴ്സ്. അപ്പം ആ കോഴ്സിന്റെ അതിന് ബേസ് ചെയ്തിരിക്കുന്ന ഈ 2 പുസ്തകങ്ങളാണ്. എന്ന് പറഞ്ഞാല് 1975 പോളാറമൻ മാർപ്പാപ്പ, വിശുദ്ധ പോളാറമൻ മാർപ്പാപ്പ പുറപ്പെടുവിച്ച ഇവാഞ്ചലി നുൻസിയാന്തി എന്ന് പറയുന്ന സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനവും, അതുപോലെ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ 1990 പുറപ്പെടുവിച്ച ഒരു ചാക്രിക ലേഖനമാണ് റെഡംതോരിസ് മിസിയോ അഥവാ രക്ഷകന്റെ മിഷൻ. ഈ 2 പുസ്തകങ്ങളെ ആസ്പദമാക്കിയാണ് ഈ കോഴ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ എമിലിയാനോ താഡിഫ് എന്ന് പറയുന്ന വൈദികൻ 1999 മരണപ്പെട്ടു. ഇപ്പോൾ ബിയാറ്റിഫിക്കേഷൻ പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധനായ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഈ പെപ്പെ പ്രാദോ എന്ന് പറയുന്ന അദ്ദേഹം, രണ്ടുപേരും കൂടെ ചേർന്ന് നമുക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു കോഴ്സാണിത്. ഈ വചനം നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ 2-3 പ്രാവശ്യം കേട്ടതാണ്. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. ഇത് പൗലോസ് ലീഹ തിമോത്തിയോസിന് കൊടുത്ത ഒരു ഉപദേശമാണ്. ഈ ഉപദേശത്തിന് അത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഇവിടെ കൃത്യമായി പറയുന്നത് ഇങ്ങനെയാ, അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ എന്ന് പറയുമ്പോൾ സഭയിൽ നിന്ന് കേട്ടവ എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൂടെ പരിശീലിപ്പിക്കാനും പഠിപ്പിക്കാനും കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അപ്പൊ ഒരു റിസോഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് പൗലോസ് അവിടെ കൊടുക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യാൻ ഈ പരിശ്രമിക്കുന്നത്. അതാണ് നമ്മുടെ ഈ കോഴ്സിന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോക സുവിശേഷവൽക്കരണമാണ്. മറ്റൊന്നും നമുക്ക് ലക്ഷ്യമില്ല. ദൈവരാജ്യ സംസ്ഥാപനമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അടിസ്ഥാന സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ ടു ഇനിഷ്യേറ്റ്, നമ്മളെ ഒന്ന് ജനിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രഘോഷണം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ടു ഇവാഞ്ചലൈസ് ദ പാർട്ടിസിപ്പൻസ്. മുമ്പൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചാൽ ആദ്യം ഇവാഞ്ചലൈസ് ചെയ്തതിന് ശേഷമാണ് ബാപ്റ്റിസം കൊടുത്തിരുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ സുവിശേഷവൽക്കരണം നടത്തിയതിനു ശേഷമാണ് മാമോദീസ നൽകിയിരുന്നതെങ്കിൽ പിന്നീട് സഭയില് ഈ അധികം സുവിശേഷവൽക്കരണം ഒന്നും നടക്കാതെ തന്നെ മാമോദീസ നൽകി പോരുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഈ നമ്മളൊക്കെ എല്ലാ ദിവസവും നിരന്തരമായിട്ട് സുവിശേഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ടു ഇവാഞ്ചലൈസ് ദ പാർട്ടിസിപ്പന്റ് എന്ന് പ്രഘോഷിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലക്ഷ്യം കൂടിയാണ്. പിന്നെ പരിശീലകരെ പരിശീലിപ്പിക്കുക, പിന്നെ ടീംസ് ആൻഡ് സ്കൂൾസ് ഓഫ് ഇവാഞ്ചലൈസേഷൻ, ഇതെല്ലാം ഈ കോഴ്സിന്റെ ഒരു ഫോക്കസും ലക്ഷ്യവുമാണ്. അപ്പൊ അതാ നിങ്ങളുടെ മനസ്സിലൊന്ന് ഉണ്ടാവട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ പോകുന്നത് 7 വിഷയങ്ങളിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹത്തെ കുറിച്ചാണ്. അപ്പൊ ദൈവത്തിന്റെ അപരിമേയമായ സ്നേഹം ഒന്ന് അനുഭവിച്ചറിയാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ജീവിക്കാനും ആദ്യം ദൈവസ്നേഹത്തെ കുറിച്ചും പിന്നെ പാപാവസ്ഥയെക്കുറിച്ച്, എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാനും പങ്കുവയ്ക്കാനും പറ്റാത്തതിന്റെ കാരണം നമ്മുടെ ഈ ലോകം മുഴുവന്റെയും പാപാവസ്ഥയാണ് നമ്മളെ മനസ്സിലാക്കി തരുന്ന അടുത്ത വിഷയം. പിന്നെയാണ് മുമ്പോട്ട് നമ്മൾ കാണുന്നു യേശു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റാതെ പോയ മനുഷ്യർ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ സ്വയം രക്ഷിക്കാനാവാത്ത വിധം പാപാവസ്ഥയിലായിരിക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതും നമ്മെ രക്ഷിക്കാൻ വേണ്ടി ക്രൂശ് മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ മനുഷ്യകുലത്തെ മുഴുവനും പാപാന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആ ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇനി യേശുക്രിസ്തുവിനോട് നൽകപ്പെട്ട ഈ രക്ഷ അത് സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട 2 പ്രത്യുത്തരങ്ങളാണ് വിശ്വാസവും മാനസാന്തരവും. ഇത് നമ്മളെ കൃത്യമായി മനസ്സിലാക്കി തരികയാണ്. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. യേശുക്രിസ്തുവിനോട് ദൈവം നമുക്ക് നീട്ടിത്തന്ന ആ രക്ഷ നമ്മളൊന്ന് കൈനീട്ടി വാങ്ങുക. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ആണെന്ന് കൃത്യമായി ഈ കോഴ്സിലൂടെ പഠിപ്പിച്ച് നമ്മളെ തരിക. അങ്ങനെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരായ നമ്മുടെ ജീവിതം കർത്താവിനെ സമർപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുമെന്നും ആ പരിശുദ്ധാത്മാവിൽ നമ്മളെ നിലനിർത്തുമെന്നും നമ്മൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന് യേശു നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. പിന്നീട് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്ന മനുഷ്യർ അറിയാതെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീരും. അവര് ഒരു കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുന്ന ഒരു വലിയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് വളരും. പിന്നെ ആ സമൂഹത്തിൽ നിന്ന് നമ്മൾ 2 തിമോത്തി 2:2 കണ്ടതുപോലെ 2:2 എന്നൊക്കെ ഞങ്ങൾ പറയും, അതിൽ പറയുന്നത് പോലെ നമ്മൾ സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്തുകൊണ്ട് കൂട്ടായ്മയിൽ നിന്ന് അയക്കപ്പെട്ട സഭാ കൂട്ടായ്മയിൽ നിന്ന് അയക്കപ്പെട്ടവരായി
സുവിശേഷം പ്രഘോഷിച്ച് ദൈവരാജ്യം സംസ്ഥാപിച്ചുകൊണ്ട് സഭയുടെ ദൗത്യത്തിൽ പങ്കാളികളായിക്കൊണ്ട് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കുക എന്നുള്ള ഒരു ഉദ്ബോധനമാണ് ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് അതായത് ഏഷ്യയിലെ സഭ എന്ന് പറഞ്ഞ എക്ലേസിയ ഇൻ ആസിയ എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമാണ്, ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ജ്വലിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമ്മളുടെ അടുത്തേക്ക് വരുന്നവർക്ക് ഈ ജ്വലനം ഒന്ന് പാസ് ഓൺ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ജ്വലിക്കാതിരുന്നാൽ പറ്റില്ല. അപ്പൊ ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ അത് ഈ എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവിന്റെ ആ സ്നേഹത്തിൽ ജ്വലിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ സ്നേഹം മറ്റുള്ളവർക്ക് അതുപോലെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ നിങ്ങളിപ്പോ കേട്ടല്ലോ, ആലിസാന്റിയെ കുറിച്ച് പലരും പറയുന്നത് നമ്മൾ കേട്ടില്ലേ. അപ്പൊ നമുക്ക് ആ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ വലിയ പ്രചോദനം നൽകുന്നതാണ്. അപ്പൊ അതാണ് ഈ വചനത്തിലൂടെ പറയുന്നത്, ജ്വലിക്കുന്ന ഒന്നിന് മാത്രമേ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയൂന്ന്. ഇനി ഈ കോഴ്സ് ഭാരതത്തിൽ വന്നത് 1997 ബോംബെയിൽ പോയി ഡച്ചുകാർ നടത്തിയ ഒരു കോഴ്സിൽ ആലിസാന്റി പങ്കെടുത്തത് കൊണ്ടാണ് ഈ കോഴ്സ് ഭാരതത്തിലെത്തിയത്. എന്ന് പറഞ്ഞാൽ അതില് ഒരു 50 പേര് പങ്കെടുത്തതില് 10ഓളം പേര് കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. അതിലൊരാള് ആലിസാന്റിയാണ്. ആലിസാന്റിക്ക് ഈ കോഴ്സിൻ കൂടി കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ ജീസസ് യൂത്തിന്റെയും കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഒക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോഴ്സിൽ പങ്കെടുത്തപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് വലിയ താല്പര്യം ഉണ്ടാവുകയും ആ കോഴ്സ് നാട്ടിൽ കൊണ്ടുവന്ന് കേരളത്തിൽ ഇത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നവർ അതിനെക്കുറിച്ച് ചേച്ചി അല്പം കൂടെ വിശദമായിട്ട് നമ്മോട് പറയും. ഇനി നമ്മൾ എന്തിനു സുവിശേഷം പ്രസംഗിക്കണം എന്നൊരു ചോദ്യം ഇവിടെ കിടക്കുന്നുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാല് ഇവിടെ വ്യക്തമായിട്ട് പറയുക, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിലൂടെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കപ്പെട്ടു. എന്നാല് ക്രിസ്തുവിലൂടെ രക്ഷാകര കർമ്മം പൂർത്തിയാക്കപ്പെട്ടെങ്കിൽ ഈ മനുഷ്യപുത്രന് വേണ്ടി തന്റെ സ്വപുത്രനെ ബലിയായി നൽകിക്കൊണ്ട് ഒരുക്കിയ രക്ഷാകര പദ്ധതി എവിടെ നിൽക്കുന്നു എന്നത് ഇപ്പൊ നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളാണ് ഇന്ന് ഈ ജനറേഷൻ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊരു വലിയ ചോദ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. ഇനി അതിന് ഒരു കാര്യം കൃത്യമായി പറയാനുള്ള ഇതാണ്, റിഡംതോറിസ് മിസ്സിയോ, രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തില് മിസ്റ്റർ ജോൺ പോൾ മാർപ്പാപ്പ കൃത്യമായിട്ട് അതിന്റെ 1ാമത്തെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, രക്ഷകനായ ക്രിസ്തു തിരുസഭയെ പരമേൽപ്പിച്ച ദൗത്യം ഇന്നും അതിന്റെ പരിപൂർത്തിയിൽ നിന്ന് വളരെ അകലെയാണ്. മനുഷ്യവർഗത്തെ ഒന്നടങ്കം വീക്ഷിക്കുമ്പോൾ രക്ഷാകര ദൗത്യം തുടക്കത്തിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നത് എന്നാണ് പറയുന്നത്. എനിക്ക് മാർപ്പാപ്പ ചാക്രിക ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെ എഴുതണമെങ്കിൽ എന്തുമാത്രം വേദനയോടുകൂടി ആയിരിക്കും എഴുതിയതെന്ന് ചിന്തിച്ചു നോക്കി. ഈ രക്ഷാകര ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ അതിന്റെ പരിപൂർത്തിയിൽ നിന്ന് വളരെ അകലെയാണെന്ന് പറയുന്നു. അത് തുടക്കത്തിൽ തന്നെ നിൽക്കുക. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്തുമാത്രമാണ് എന്നിവിടെ വ്യക്തമാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ LG 17 പറയുന്നു, അതായത് തിരുസഭ എന്ന 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ പറയുന്നത് സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. ഓരോ സഭാംഗങ്ങളുടെയും സ്വഭാവമായിരിക്കണം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നായിരിക്കണം, നമ്മിൽ നിന്ന് നാം അറിയാതെ പുറപ്പെടേണ്ടതാണത്. അപ്പം കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഈ ഭൂമിയിൽ സഭ ആയിരിക്കുന്നത് സുവിശേഷവൽക്കരണം. അപ്പൊ സഭയിലെ ഓരോ അംഗങ്ങളും എന്ന നിലയ്ക്ക് നമുക്കും അതിന് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുക. ഇനി 1 കൊരിന്ത്യർ 9:16 പറയുന്ന ഇപ്രകാരമാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എനിക്കെന്നല്ല, ലോകം മുഴുവനിലുള്ള സകല ദുരിതത്തിന്റെ കാരണം സുവിശേഷ പ്രഘോഷണം അതിന്റെ അർത്ഥത്തിൽ നടക്കുന്നില്ല എന്നതുകൊണ്ടാണ്. മാമോദിസ സ്വീകരിച്ച ഓരോരുത്തരുടെയും കർത്തവ്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. സഭയുടെ അസ്തിത്വം തന്നെ സുവിശേഷവൽക്കരണം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണെന്ന് ഇവാഞ്ചലി നൂൻസിയാന്തി 14ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു. അതുകൊണ്ട് സഭ ഇവിടെ ആയിരിക്കുന്നത്, ഭൂമിയിലായിരിക്കുന്നത് സുവിശേഷം വൽക്കരണം എന്ന ഒരൊറ്റ ലക്ഷ്യം വേണ്ടിയാണ്. അപ്പം ഈ അനുഭവമാകുന്ന ഒരു സുവിശേഷവൽക്കരണം ഉണ്ടാകണമെങ്കിൽ രക്ഷയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് ഓഫ് സാൽവേഷൻ നമ്മൾ സ്വന്തമാക്കണം. എന്നിട്ട് നേരായതും സഭാത്മകവുമായ ബോധ്യങ്ങളിൽ നമ്മൾ വളരണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലി ദൈവോന്മുഖമായി തീരണം. അതുപോലെ സാക്ഷ്യത്തിന്റെ പിൻബലത്തോടെ നമ്മൾ ജീവിക്കുക. നമ്മുടെ പ്രഘോഷണം എന്ന് പറയുന്നത് സാക്ഷ്യത്തിന്റെ പിൻബലത്തോടെ ആയിരിക്കണം. നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഉറ്റുനോക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോ നമുക്ക് സാക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രഘോഷണം നമുക്ക് ഉണ്ടാവണം. സുവിശേഷമേകാൻ സുവിശേഷമായി തീരണം നാം ഓരോരുത്തരും. ബി ജീസസ്, ലിവ് ജീസസ് ആൻഡ് പ്രൊക്ലെയിം ജീസസ് നമ്മൾ മുമ്പേ കണ്ടതാണ്.
പ്രിയമുള്ളവരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന് പറയുന്ന അപ്പസ്തോലിക ആഹ്വാനത്തിന്റെ 164 ഖണ്ഡികയിൽ പറയുന്നു, കെറിഗ്മ എല്ലാ സുവിശേഷവൽക്കരണ പ്രവർത്തനത്തിന്റെയും സഭാ നവീകരണത്തിനുള്ള സകല പരിശ്രമങ്ങളുടെയും കേന്ദ്രമായിരിക്കണം. കാരണം ഇതാണ് ബേസ്, ഇതാണ് ആദ്യം കിട്ടേണ്ടത്. ഇതിൽ ജനിക്കുക എന്ന് പറയുന്നത് സംഭവിക്കുമ്പോൾ മാത്രമേ മറ്റുള്ള ബാക്കിയുള്ളതെല്ലാം മുന്നോട്ട് പണിയപ്പെടുകയുള്ളൂ എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക. ഇനി അതിന്റെ 164 ഖണ്ഡികയിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, മതബോധകന്റെ അധരങ്ങളിൽ പ്രഥമ പ്രഘോഷണം അഥവാ കെറിഗ്മ വീണ്ടും വീണ്ടും മുഴങ്ങണം. എന്തിനു വേണ്ടിയെന്നറിയോ? അങ്ങനെ ഓരോരുത്തരും തുടരെ തുടരെ സുവിശേഷവൽക്കരിക്കപ്പെടണം. എല്ലാവരും തുടരെ തുടരെ, ഇനി ഞാൻ എന്നോട് തന്നെ പറയണം, കാരണം ഞാൻ നിരന്തരം സുവിശേഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ സുവിശേഷവൽകൃതനായ എനിക്ക് മറ്റൊരാളെ സുവിശേഷവൽക്കരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ സുവിശേഷവൽകൃതയായ ഒരു സഭയ്ക്ക് മാത്രമേ മറ്റുള്ളവരെ സുവിശേഷവൽക്കരിക്കാൻ പറ്റുകയുള്ളൂ എന്നതുകൊണ്ട് ഇത് തുടരെ തുടരെ കേൾക്കണം എന്ന് പറയുക. ഇനി 165 ഖണ്ഡികയിൽ സുവിശേഷത്തിന്റെ ആനന്ദത്തിൽ പറയാണ്, ഈ കെറിഗ്മ അഥവാ പ്രാരംഭ പ്രഘോഷണത്തെക്കാൾ ദൃഢവും അഗാധവും സുരക്ഷിതവും അർത്ഥപൂർണവും ജ്ഞാനപൂർണവുമായ മറ്റൊന്നില്ല. എല്ലാ ക്രൈസ്തവ പരിശീലനവും കൂടുതൽ ആഴത്തിൽ പ്രാരംഭ പ്രഘോഷണത്തിലേക്ക് അഥവാ ഈ കെറിഗ്മയിലേക്ക് പ്രവേശിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ എത്ര ശക്തമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കെറിഗ്മയുടെ ആ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് നോക്കിയേ. ഇനി രക്ഷകന്റെ മിഷനില് പറയുന്ന ഒരു കാര്യം ഇതാണ്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു കൃപയാണ് എന്ന് പറഞ്ഞാല് നമുക്ക് ഈ സുവിശേഷം സുവിശേഷ പ്രഘോഷണം അല്ലെ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു കൃപയാണ്. ഈ കൃപയോട് വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹകരിക്കുന്നില്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഇവിടെ പറഞ്ഞു തരിക. ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി. ഇനി ഇതിന്റെ എല്ലാ ഏകോപനത്തിനു വേണ്ടി നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്, മിസ്സിയോ എക്ലേസിയ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ്. അതിന്റെ ട്രസ്റ്റ് മെമ്പേഴ്സിന്റെ ഫോട്ടോയാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾ പിന്നീട് നോക്കി വായിച്ചാൽ മതി. നമുക്ക് ഒരു മിസ്സിയോ ഭവനം കറുകുറ്റിയില്, അങ്കമാലി കറുകുറ്റിയിൽ നമുക്കൊരു മിസ്സിയോ ഭവനമുണ്ട്. അവിടെയാണ് നമ്മുടെ ഇപ്പോൾ ഈ കോഴ്സുകളൊക്കെ നടക്കുന്നത്. അപ്പൊ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു കുടുംബമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു ടോമിച്ചനെ. ഇടയ്ക്ക് റേഞ്ച് പോയെങ്കിലും വളരെ ബ്രീഫായിട്ട് കോഴ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. ഇടയ്ക്ക് ഒരു പരീക്ഷണം ഇല്ലേ, എന്താലേ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ പരീക്ഷണത്തിലൊന്നും വീഴാതെ, പരീക്ഷണത്തിൽ വീണാലും അതിൽ നിന്നും എഴുന്നേറ്റ് ഈശോയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന സുവിശേഷ പ്രഘോഷകരായിട്ട് നമുക്ക് മാറാം. ഇന്നത്തെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ മിസ്സിയിലെ അമ്മുക്കുട്ടിയായ ആലീസ് കുട്ടി ആന്റിയെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്ന കേട്ടിട്ട് നല്ല സന്തോഷവും അഭിമാനവും എല്ലാം ഉണ്ട്. എല്ലാവർക്കും നന്ദി. ഇനിയും ധാരാളം പേര് നമ്മളെ അടുത്ത 18ാമത്തെ ബാച്ചിലേക്ക് ഉള്ളവരെ ഇപ്പം മുതലേ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം കേട്ടോ. അറിയാം, നമ്മൾ ഒത്തിരി ലേറ്റായി പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ ഒരു കോഴ്സ് കൂടിയതാണ്, സഭയുടെ പഠനം ഏറ്റവും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അഗസ്റ്റിൻ സാറും അവരൊക്കെ പറഞ്ഞപ്പോ കാര്യങ്ങളായിട്ട് മനസ്സിലായല്ലോ. മാർപ്പാപ്പന്മാരുടെ ചാക്രിക ലേഖനങ്ങളില്, സഭയുടെ പഠനങ്ങളില് സഭ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് ക്രമീകരിച്ചിരിക്കുന്ന ഒരു കോഴ്സാണ്. ഒരു കോഴ്സ് പോൾ എന്ന പേരില് മെക്സിക്കൻസ് ഡെവലപ്പ് ചെയ്ത ഒരു കോഴ്സാ. ഞങ്ങൾ അവിടെ പോയി ഇത് പങ്കെടുത്തത് കൊണ്ട് പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് നമുക്ക് അത്യാവശ്യമാണെന്നും ഇത് വളരെ ലളിതമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണെന്നും മാമോദിസമൊക്കെ എല്ലാവർക്കും ഇത് കിട്ടണം. എന്നാലല്ലേ നമ്മളെല്ലാം ഇവരൊക്കെ പറഞ്ഞില്ലേ, നമ്മളൊക്കെ പ്രേക്ഷിത ശിഷ്യരാണ്, പക്ഷെ പ്രേക്ഷിതരും ഒപ്പം. അപ്പൊ ആ പ്രേക്ഷിതത്വം നമുക്കിത് പറയാൻ അറിയത്തില്ല, എങ്ങനെയാ പറയേണ്ടത്, നമ്മൾ പറയണമെന്നൊന്നും അറിയില്ല. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് കേൾക്കാനിടയാകണമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മളിതിങ്ങനെ തുടങ്ങിയത്. 97 മുതൽ തന്നെ ധാരാളം പേർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഏതായാലും ഈ പ്രാവശ്യം വന്നിരിക്കുന്ന നിങ്ങളെല്ലാരും ഒത്തിരി സന്തോഷം. ഇത്
പലരും ഷെയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇതിൽ പങ്കെടുക്കുന്ന ഏത് രീതിയിൽ നമ്മളെ സ്വാധീനിക്കുമെന്ന്. അതിനൊക്കെ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളെ ഒരു കോഴ്സിന്റെ ഫോക്കസ് പ്രിപ്പയറിംഗ് റിസോഴ്സ് പീപ്പിൾ ടു ട്രെയിനേഴ്സ് ഓഫ് ഇവാഞ്ചലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രഘോഷകരെ പരിശീലിപ്പിക്കുന്ന പരിശീലകരെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു കോഴ്സാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ഓൺലൈനിലൂടെ പങ്കെടുക്കാനുള്ളവരെ അവരെ തന്നെ ഒന്ന് സുവിശേഷവൽക്കരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 10 ആഴ്ചയിലൂടെ നമ്മളൊന്ന് ഇവാഞ്ചലൈസ്ഡ് ആകാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇവാഞ്ചലൈസ്ഡ് ആയില്ല, ഈ സുവിശേഷം വേണ്ട വിധത്തിൽ കൃത്യമായിട്ട് നമുക്ക് കിട്ടാത്തത് കൊണ്ട്. അപ്പൊ ഈ ഒരു 10 ആഴ്ചത്തെ കോഴ്സ് ആ രീതിയിൽ നമ്മളൊന്ന് ഇവാഞ്ചലൈസ്ഡ് ആകാൻ സഹായിക്കുന്നതാണ്. എന്നിട്ട് വേണം ശരിക്കും കോഴ്സിൽ പങ്കെടുക്കാൻ. അത് കഴിഞ്ഞുള്ളത് ഞാൻ 2 ആഴ്ച കൊണ്ട് കൂടിയതാണ്. ഞങ്ങൾ 10 പേര് പോയിട്ട് ഏറ്റവും വെച്ച് പറഞ്ഞില്ല, 50 പേരുണ്ടായിരുന്നു, ബോംബെയിലായിരുന്നു. അപ്പം പോളണ്ടിൽ നിന്ന് വന്നവർ നടത്തിയതാ. ഞങ്ങള് 2 ആഴ്ച കൊണ്ട് കൂടിയ കോഴ്സിനെയാ ഇപ്പം ഓൺലൈനിൽ ഇങ്ങനെ 10 ആഴ്ച കൊണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടുതൽ ശനിയാഴ്ചകൾ നടത്തിയിട്ട് ഇത് കഴിഞ്ഞിട്ട് 6 ദിവസത്തെ റെസിഡൻഷ്യൽ കോഴ്സിലൂടെയാണ് ഇത് ശരിക്കുള്ള കോഴ്സ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എപ്പോഴെങ്കിലും സൗകര്യം പോലെ എവിടെ വേണമെങ്കിലും നടത്താം. ഇവിടെ മിസ്സിയോ ഭവനില് കറുകുറ്റിയിൽ ഒരു മിസ്സിയോ ഭവനുണ്ട്. ഇവിടെ വെച്ച് എല്ലാ മാസവും 6 ദിവസത്തെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. പിന്നെ പല സ്ഥലങ്ങൾ മുതലക്കോടം പള്ളിയിൽ അവിടെ ഇടവക്കാർക്ക് വേണ്ടി നടത്തി, ബാംഗ്ലൂർ പോയി നടത്തി, ഇപ്പൊ അമേരിക്കക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക, അതിനൊക്കെയുള്ള വിസയും പാസ്പോർട്ടും ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാല് ഇതിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് ടീമായിട്ട് അവിടെ പ്രവർത്തിക്കാം. അപ്പം നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ചെന്നിട്ട് അവർക്കൊരു കൂട്ടി നിന്നാൽ മതി. 1 or 2 പ്രാവശ്യം ഒന്ന് കൂട്ടി നിന്ന് ചെയ്ത് കഴിയുമ്പം നമുക്ക് അവർക്ക് തന്നെ നടത്താം. പറഞ്ഞില്ലേ, ഞാൻ ഈ ഒറ്റ കോഴ്സ് പോയി കൂടിയിട്ട് വന്നിട്ടാ ഇവിടെ വന്ന് ഇതുപോലെ എല്ലാവരും കൂട്ടിപ്പിടിച്ച് നടത്താൻ തുടങ്ങിയത്. ഇപ്പം ധാരാളം പേര് എല്ലായിടത്തും ഉള്ളവർ കൂടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും 2T22 2 തിമോത്തി 2:2 ഇതിന്റെ മോട്ടോ, കോഴ്സിന്റെ മോട്ടോ ആകാം. നീ അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ട കാര്യങ്ങള് മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നാണ് തിമോത്തി മെത്രാനോട് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. ഇതാ നമ്മൾ ചെയ്യേണ്ടത്, സഭ ചെയ്യേണ്ടത് അതാ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാ. അപ്പൊ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകളെ ഈ കോഴ്സിൽ പങ്കെടുക്കുന്നവരെല്ലാം ആ രീതിയിൽ തെരഞ്ഞെടുക്കുക. കർത്താവ് വിളിച്ചതാ, കർത്താവ് തെരഞ്ഞെടുത്തത്. നമുക്കിപ്പം പുതിയ മാർപ്പാപ്പായെ തെരഞ്ഞെടുത്ത് കണ്ടില്ലേ, ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് സൂപ്പറായിട്ട് ആളെ തെരഞ്ഞെടുത്തതുപോലെ നിങ്ങളെയൊക്കെ ഈശോ പണ്ടൊരിക്കൽ പറഞ്ഞല്ലോ, എന്റെ പിതാവ് ആകർഷിക്കാതെ ആർക്കും എന്റെ അടുക്ക് വരാൻ പറ്റില്ല. അപ്പൊ നമ്മളിപ്പോ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളവരെല്ലാം പിതാവിന്റെ ആകർഷണം കിട്ടിയവരാണ്. പിതാവിന്റെ ആകർഷണം കിട്ടിയ എന്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ സഹകരണം ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കഴിയുന്നിടത്തോളം എല്ലാരും തന്നെ ഈ ഓൺലൈൻ കോഴ്സിൽ തന്നെ ഒന്ന് കൂടുന്നതും, എന്നിട്ട് ഇപ്പൊ സബ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അപ്പൊ അതിലൂടെയൊക്കെ നല്ല മിടുക്കരായിട്ട് പങ്കെടുക്കാം. ഇത് നിങ്ങളുടെ അറിവിലേക്ക് ശരിക്കുള്ള കോഴ്സിനുള്ള പാർട്ടിസിപ്പൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന എൻട്രൻസ് പ്രോഗ്രാമായി 10 ആഴ്ച കൊണ്ട് നടക്കുന്നത്. അത് കഴിഞ്ഞ് നടക്കുന്ന കോഴ്സാണ് ശരിക്കും നമ്മളെ റിസോഴ്സ് പീപ്പിൾ ആക്കുക. അപ്പൊ അതും മനസ്സിലിരിക്കട്ടെ. പിന്നെ കഴിയുന്നിടത്തോളം പേര് നമ്മൾ ഒരാള് വിശ്വസ്തയോടെ ചെയ്തു കഴിഞ്ഞാൽ അനേകരിലേക്ക് അത് എത്താൻ പറ്റും. അതൊക്കെ നമ്മളെ മറ്റേ കോഴ്സ് നടത്തുമ്പോൾ അതിനകത്ത് അതെല്ലാം കാണിക്കുന്നുണ്ട്. ഒരാള് വിശ്വസ്തയോടെ ചെയ്തു കഴിഞ്ഞാൽ ലോക സുവിശേഷവൽക്കരണം എത്ര വേഗം നടക്കുമെന്ന് പറഞ്ഞില്ലേ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ വീട്ടിൽ തുടക്കത്തിൽ പറഞ്ഞ ഏറ്റവും വെച്ച് കാണിച്ചു തന്നില്ലേ. അതായത് ഇന്നും ആ പ്രേക്ഷിത ദൗത്യം തുടക്കത്തിൽ തന്നെ നിൽക്കുകയാണെന്ന്. ആരാധന കാരണക്കാരെ കുറ്റക്കാരെ നമ്മളൊക്കെയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. അതിന് ദൈവം നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓൾ ദി ബെസ്റ്റ്. നമ്മളിനി 10 ആഴ്ച ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോവുകയാണ്. ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. പരിശുദ്ധാത്മാവാണ് മുഖ്യ പ്രവർത്തകൻ, നമ്മെ നയിച്ചുകൊള്ളും. ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും അനുമോദനങ്ങള്, ബെസ്റ്റ് വിഷസ്.
താങ്ക് യു. ഉദ്ഘാടന മീറ്റിംഗ് അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ച ആലിസ് കുട്ടി ആന്റിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി ഏതാനും ചില അറിയിപ്പുകളാണ്. ടോമിച്ചനങ്ങളെ പ്ലീസ്. താങ്ക് യു. അടുത്തതായി സമാപന സന്ദേശവും ആശീർവാദവും നൽകുന്നതിനായി സ്നേഹബഹുമാനപ്പെട്ട റവനർ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയാത്ത് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പിന്നെ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കുന്ന അറിഞ്ഞു. സമയം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ അവിടെ പാലാ രൂപതയിലെ, ഞാൻ പാലാ രൂപതയിൽപ്പെട്ട അംഗമാണ്. രൂപതയിലെ ഒരു പ്രേക്ഷിത സംഗമം ഉണ്ടായിരുന്നു. രൂപതയുടെ 75ാമത്തെ വാർഷികം സ്ഥാപിച്ചതിൻ്റെ 75ാമത്തെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തിയ പ്രേക്ഷിത സംഗമത്തിൽ ഒത്തിരി മിഷണറിമാർ വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 8,000-ഓളം അച്ഛന്മാരും സിസ്റ്റേഴ്സും വന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നവർ. അപ്പം ഞാനും പോയിരുന്നു. അപ്പോൾ അവിടെ പാലാ രൂപതയിൽപ്പെട്ട പിതാക്കന്മാർ, ഏതാണ്ട് 20ഓളം പിതാക്കന്മാർ അവിടെ സന്നിഹിതരായിരുന്നു. എല്ലാവരും മിഷൻ പ്രദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. പിന്നെ MLA-മാർ, MP-മാർ, ജോർജ് കുര്യൻ സാറായിരുന്നു, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. ഞങ്ങളെല്ലാം മിഷണറിമാരാണ്. കർത്താവിനെ ധൈര്യമായിട്ട് ബോൾഡായിട്ട് തന്നെ പ്രഘോഷിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം MLA-മാരും MP-മാരും മെത്രാന്മാരും അൽമായരും അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും ആ ദൈവസ്നേഹത്തെ പറ്റി പറയുവാനും ആ സ്നേഹം പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കുക. അത് നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്, മരിച്ച കർത്താവല്ല, ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ സമാധാനമാണ് ഈ ലോകത്തെ ഭരിക്കേണ്ടത് എന്നുള്ള സത്യം ലോകത്തിന് വിളിച്ചു പറയുവാനായിട്ട് നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അതിനുള്ള പഠനത്തിലേക്കായിട്ടാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്ദേശം, സ്നേഹത്തിൻ്റെ സന്ദേശം ലോകമെന്നും എത്തിക്കുക. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. വരുന്ന 10 ആഴ്ചകളിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കാണും. എല്ലാവരും അതിൽ നന്നായിട്ട് പങ്കുചേരുക. പ്രാർത്ഥനയിൽ എല്ലാവരും ചെയ്യുക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ടീമുണ്ട്. നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞു. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. അവരെല്ലാവരും നിങ്ങളെ നയിക്കും. പേഴ്സണലായിട്ടും വ്യക്തിപരമായിട്ടും നിങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും തരും. ദൈവം, ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും. ദൈവം ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു ഫാദർ ഫോർ ലവിംഗ് മെസ്സേജ് ആൻഡ് ബ്ലെസ്സിംഗ്. ഇന്നത്തെ ഈ സെക്ഷൻ മനോഹരമായി തീർത്ത ദൈവത്തിന് നന്ദി. സമാപന ഗാനത്തിനായി കാർമൽ ആന്റിക്കൊപ്പം നമുക്കും പങ്കുചേരാം. നന്ദി ചൊല്ലി പാടിടാം നല്ല ദൈവമേ, എന്നും നിന്റെ നന്മകൾ ഓർത്തു പാടിടാം. പുഞ്ചിരി തന്നാളിലും കണ്ണീരിൻ നാളിലും ഒന്നുപോലെ നയിച്ച ദൈവമേ, നന്ദി ചൊല്ലി പാടിടാ നല്ല ദൈവമേ, എന്നും നിന്റെ നന്മകൾ ഓർത്തു പാടിടാം. കൊച്ചുനാൾ തൊട്ടേ എന്നെ വീഴാതെ കാത്തവൻ, കൂടെ ഞാനില്ലേ നോതി കൂട്ടായി നടന്നവൻ. കൊച്ചുനാൾ തൊട്ടേ എന്നെ വീഴാതെ കാത്തവൻ, കൂടെ ഞാനില്ലേ നോതി കൂട്ടായി നടന്നവൻ. കൊച്ചു കൊച്ചു നൊമ്പരങ്ങൾ സുഖമായി പകർത്തിയോ, കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കാണാൻ കണ്ണുകൾ തുറന്നവൻ. ഇത്ര നല്ല ദൈവം എന്റെ താതനാണെന്ന് ഓർക്കുമ്പോൾ ചിത്തം ചെല്ലക്കാറ്റിനൊപ്പം പാടിയാടിയാർക്കുന്നു. നന്ദി ചൊല്ലി പാടിടാ നല്ല ദൈവമേ, എന്നും നിന്റെ നന്മകൾ ഓർത്തു പാടിടാ. പുഞ്ചിരി തന്നാളിലും കണ്ണീരിൻ നാളിലും ഒന്നുപോലെ നയിച്ച ദൈവമേ, നന്ദി ചൊല്ലി പാടിടാ നല്ല ദൈവമേ.